أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولما تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മളൊരു പുതിയ ഒരു പാത്തിലാണ് നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. TQAG ടെക്കിന്റെ കീഴിൽ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇരിക്കുന്ന മജ്ലിസിനെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും TQAG ടെക്കിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കും ഈ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുണ്ടാവുക. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. TQAG ടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, മിക്കവാറും ആളുകൾക്ക് അറിയാം. എന്നാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു ചെറിയ അവയർനെസ്സിന് കൂടിയിട്ടാണ് ഈ ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മളെ പുതുതായിട്ട് ഗ്രൂപ്പിലേക്ക് കയറി വന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെ വെൽക്കം ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞു പോയ 2 സെഷനുകളിലെ അനൗൺസ്മെന്റ് നടത്താനും വേണ്ടിയിട്ടാണ്. ഓക്കെ, TQAG ടെക് ഇത് ക്രിയേറ്റ് ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അതിലേക്ക് നമ്മൾ എത്തിക്കുകയായിരുന്നു. നമ്മൾ ഒരിക്കലും ഇതൊരു ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിട്ട് മാറാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാം. ഇതിലേക്ക് കയറി വന്ന സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന എന്റെ സഹോദരിമാർക്കും അറിയാം. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളറിയാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കരുതി വെച്ച ഒരു അനുഗ്രഹമായിരുന്നു. കൊറോണ സമയത്ത് നമുക്ക് സമയം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അവൈലബിൾ ആയിരുന്ന സമയത്ത്, ഒരുപാട് ആളുകൾ ഒറ്റപ്പെടലുകളുടെ സ്ഥലങ്ങളിലായി നിന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടിയിട്ട് നൽകിയ അനുഗ്രഹമായിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം. പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടും വെൽക്കം മീറ്റും കൂടിയായിട്ടാണ് ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രമായിക്കൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് നിന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ പ്രയത്നങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇത് ലോകത്തേക്കും പരലോകത്തേക്കുമുള്ള അനുഗ്രഹമാക്കി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങിയതെങ്കിലും പിന്നീട് ഇതിന്റെ നമ്മുടെ നീയത്തിൽ ഒരുപാട് പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടി വന്നു. ഒരുപാട് സഹോദരങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ട്, അവർക്ക് ജീവിതമാർഗമായിക്കൊണ്ടും അവരുടെ ദുനിയാവിൽ തന്നെ അവർക്ക് അറിയാത്ത കാര്യങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ദുനിയാവിലെ ജീവിതത്തിലേക്ക് കൂടി അവരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് റൂം ആണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ എല്ലാത്തിനെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സമയം നമുക്ക് നൽകിയത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലായതും ഉണ്ടാവും, നടപ്പിലാവാത്തതും ഉണ്ടാവും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ കൈവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പക്ഷെ നമുക്കൊരിക്കലും നടപ്പിലാകാതെ പോയ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ. ആ ഒരു സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു TQAG ടെക് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത്. അതും ഓൺലൈനിലാണ് ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയത്. പൂർണ്ണമായിട്ടും ഓൺലൈനിലായിക്കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് തുടങ്ങിയ സമയത്ത് ഇത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് നമുക്ക് അറിയില്ലായിരുന്നെങ്കിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഒരുക്കി വെച്ചൊരു അനുഗ്രഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് 5 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൂടെ ഒരുപാട് സഹോദരങ്ങൾ തുടങ്ങിയത് 400ഓളം സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് 2000-ലധികം സ്റ്റുഡൻസ് ഇതിലൂടെ ഡെയിലി ഇതിലൂടെ ദീനിയായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് പഠനത്തിന് പേരിലായാലും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആളുകളുടെ പേരിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇതിന്റെ പിന്നിൽ ഓരോ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
നമ്മുടെ ജീവിത വിജയം എന്തെന്നാണ് എന്നത് ഒരു വലിയ ചോദ്യമാണ് അല്ലെ. നമ്മളെല്ലാവരുടെയും ജീവിതത്തില് നമ്മൾ ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പം തുടങ്ങിയ ജീവിതത്തിലല്ല നമ്മൾ ഇന്ന് നിൽക്കുന്നത് അല്ലെ. 40 കഴിഞ്ഞ ആളുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് ജീവിതത്തിന്റെ ഡയറക്ഷൻ എന്താണെന്ന് അവർക്കറിയാം. പക്ഷെ ജീവിതം തുടങ്ങിയ ആളുകൾക്ക് ഇന്നും അവര് ജീവിതത്തിന്റെ തുടക്കത്തിലായത് കൊണ്ട് തന്നെ അവർക്ക് അത് ഏത് ഡയറക്ഷനിൽ ഞാൻ പോകണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. ദുനിയാവിലെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചയച്ച സമയത്ത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് പരിശുദ്ധ ഖുർആനില് അൽ ബഖറയിൽ 30-ാമത്തെ ഒരു ആയത്തുണ്ട്. നമ്മളെപ്പോഴും പഠിക്കേണ്ട, നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട, ഏത് ദിവസവും നമ്മളത് തിരിച്ചും മറിച്ചും വായിക്കേണ്ട ഒരു ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമയെ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് മലക്കുകളോട് പറഞ്ഞൊരു കാര്യം, ഞാന് ഒരു അമീറിനെയാണ് ഞാൻ വെക്കുന്നത്. അതായത് ഞാനൊരു ദുനിയാവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ സൃഷ്ടിച്ചയക്കുകയാണ്. പക്ഷെ മലക്കളടുത്ത് എന്താ പറഞ്ഞത്? അത് സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മലക്കളോട് പറയുകയാണ്, ഞാൻ ഭൂമിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഖലീഫയെ നിയോഗിക്കുകയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഏതോ നമ്മളൊന്നും കാണാത്തൊരു ലോകത്ത്, നമ്മൾ കാണാത്തൊരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളടുത്ത് പറയാണ്, ഞാനിതാ ഭൂമിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഖലീഫയെ നിയോഗിക്കുന്നു എന്ന്. ആ സമയത്ത് ആ ഒരു അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ അടിമ സ്വർഗത്തിലാണ് നിൽക്കുന്നത് അല്ലെ, സ്വർഗത്തിൽ നിൽക്കുകയാണ്. അപ്പൊ മലക്കുകളടുത്ത് എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ ഭൂമിയിലേക്ക് ഞാൻ ഖലീഫയെ അയക്കാൻ പോവുകയാണ് എന്നാണ്. അപ്പൊ മലക്കുകൾ ചോദിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട്, ഞങ്ങളില്ലേ അല്ലാഹുവേ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നീ എന്തിനാണ് ഒരു 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 മനുഷ്യനെ സൃഷ്ടിച്ചയക്കുമ്പം അതിന്റെ പിന്നിലുണ്ടാകാവുന്ന പല ആപത്തുകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്, ഞങ്ങളില്ലേ റബ്ബേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നിർത്തുന്നത്. പക്ഷെ പിന്നീട് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ അത് കടന്നു പോകുമ്പം നമ്മളത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. ആ ഒരു പരിശ്രമത്തിന്റെ, ആ ഒരു പ്രാർത്ഥനയുടെ, ആ ഒരു സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ദുനിയാവിൽ നമ്മള് ഖലീഫ എന്ന സ്ഥാനം പരിപൂർണമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മളടുത്ത് ചോദിക്കണം, നമ്മളൊക്കെ ഖലീഫമാരാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടകങ്ങളിൽ നമ്മളെല്ലാവരും ഖലീഫമാരായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ആ ഖലീഫയായിരിക്കുന്ന നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ആ ഖലീഫ സ്ഥാനം നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മളോട് തന്നെ ചോദിക്കണം. ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ ആ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി പറഞ്ഞ ആ ഒരു ഖലീഫ എന്ന സ്ഥാനം ഞാൻ ശരിയായ രീതിയിലാണ് ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും ഭാര്യമാരാണെന്നുണ്ടെങ്കിലും ഉമ്മമാരാണെങ്കിലും നമ്മളൊക്കെ നമ്മളോട് ചോദിക്കണം, ഞാൻ ആ വാക്കിന്, ഞാൻ ആ പേരിന് ഞാൻ അർഹയാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. നമ്മളൊക്കെ ശരിക്കും അർഹരാണ് അതിന്. പക്ഷെ നമ്മൾ ആരും അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ജീവിത വിജയം നേടാത്തത്. നമ്മൾ ജീവിത വിജയം നേടും നമ്മൾ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സൃഷ്ടിച്ചയച്ചപ്പം സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പിന്നീട് ഭൂമിയിലേക്ക് നമ്മൾ മാറ്റിയപ്പം അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറിയാമായിരുന്നു ഭൂമിയിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പ് നടത്തുന്നത് എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പരീക്ഷിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് അയക്കുന്നത്. അവിടെ മുതൽ നമ്മുടെ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ പലർക്കും പരീക്ഷണം വരുമ്പോഴേക്കും പേടിച്ചോടുകയും പരാക്രമം കാണിക്കുകയും ആ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആ ഖലീഫ എന്ന സ്ഥാനത്തിന്റെ പരിപൂർണമായ അർത്ഥം മനസ്സിലാക്കാതെ നമ്മള് പലതും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എല്ലാ ദിവസവും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിൽ. എന്റെ റബ്ബ് എന്നെ ഖലീഫ എന്ന് പറഞ്ഞിട്ട് എന്നെ ദുനിയാവിലേക്ക് അയച്ചപ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കേണ്ടത്. സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഭൂമിയിലേക്ക് വന്ന എല്ലാ മനുഷ്യനും കിട്ടിയിട്ടുള്ളത് ഈ 24 മണിക്കൂർ തന്നെയാണ്. ആ 24 മണിക്കൂർ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കേണ്ടത്. നമ്മുടെ സമയത്തിനെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിവസവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മൾ അതിൽ ഒരു കളങ്കം വരുത്തില്ല. ഒരാൾക്കും വേണ്ടിയിട്ടല്ല നമ്മളത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്.
അല്ലെ? നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ അത് ചെയ്യുന്നത്. കാരണം എന്റെ റബ്ബ് ഖലീഫ എന്ന് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഖലീഫയുടെ സ്ഥാനം ഞാൻ പരിപൂർണമായി വിനിയോഗിച്ചോ? ഞാൻ എന്നോടാണ് ചോദിക്കേണ്ടത്. നമുക്കൊരാളുടെയും സഹായം ആവശ്യമില്ല അതിന്. നമുക്ക് വിജയിക്കാന് നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ചെയ്താൽ മതി. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി, ഞാൻ അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചോ? ആത്മാർത്ഥമായിട്ട് ഞാൻ അത് വിനിയോഗിച്ചോ? അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചോ? ഞാൻ പ്രാർത്ഥിച്ചോ? ഞാൻ അതിന് പരിശ്രമിച്ചോ? നമ്മൾ നമ്മളോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. ഞാൻ അതിന് യോഗ്യയാണോ? യോഗ്യതയുള്ളവളാണോ? യോഗ്യതയുള്ളവനാണോ? നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും അഭിമാനത്തോടു കൂടി മലക്കുകളോട് പറഞ്ഞ ആ വാക്ക് ഞാൻ പൂർണ്ണമായിട്ട് വിനിയോഗിച്ചോ? ഓരോ ദിവസം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണത്. ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരു 20 വയസ്സ് വരെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ 20 വയസ്സിന് ശേഷം നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് ജീവിതം. മക്കളായി, ആ മക്കളെ ചിലപ്പോൾ നമ്മുടെ ചെറുപ്പത്തിന്റെ വിവരമില്ലായ്മ കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ അവരെ നോക്കിയതും വളർത്തിയതൊന്നും ശരിയായിട്ടുണ്ടാവില്ല. പക്ഷെ 40 വയസ്സ് കഴിഞ്ഞാല് 40 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ശരിക്കും നമുക്ക് അറിവ് എത്തണം. നമുക്ക് എല്ലാവർക്കും എത്തണം ആ അറിവ്. കാരണം 40 വയസ്സോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ കഴിഞ്ഞു. നമ്മുടെ ആ ഒരു നമുക്ക് അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞു. 40 വയസ്സ് കഴിയുന്നതോടുകൂടി അറിവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ പലതും കണ്ടു, മനസ്സിലാക്കി, പഠിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ എത്തിപ്പെട്ടു. നമ്മൾ പലതും കാണാത്ത ജീവിതം നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് നമുക്ക് വേണ്ടത് ജീവിത വിജയം തന്നെയാണ്. നമ്മൾ ഒരിക്കലും പിന്നെ ഒരു പഠനത്തിലല്ല നമ്മൾ അവിടെ നിൽക്കേണ്ടത്. നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. കാരണം സമയം എന്ന് പറയുന്നത് അതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 40 വയസ്സ് കഴിയുന്നതോടുകൂടി കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു അല്ലെ? നമ്മൾ ദുനിയാവിന് പോകേണ്ട സമയം അടുത്തടുത്തടുത്ത് വരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം. അതുവരെ നമ്മൾ പല തരത്തിലും നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും 40ഓടു കൂടി എല്ലാ മനുഷ്യനും അവന്റെ ഉള്ളിൽ നിന്ന് പറയും എന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. കാരണം നമ്മുടെ മുടി നരയ്ക്കാൻ തുടങ്ങും. നമ്മുടെ മുടി നരക്കാൻ തുടങ്ങുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സമയത്തിലേക്ക്, തിരിച്ചു മടങ്ങാനുള്ള സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഒരാൾ നമ്മളോട് പറഞ്ഞു തരേണ്ടതുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഞാന് നന്നാവാന്, ഞാൻ ജീവിക്കാന്, ഞാൻ ജീവിതത്തിലെ ജീവിത പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് ഇനിയും ഒരാളുടെ ആവശ്യമുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കണം. നമ്മൾ മനസ്സുകൊണ്ട് ചോദിക്കണം, എനിക്ക് ഇനി ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ? നമ്മൾ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം 40 വയസ്സോട് കൂടിയിട്ട് സമയം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, നമ്മളുടെ തിരിച്ചു മടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിതത്തിലെ ഇനി എന്താണ് നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങൾ അത് നമ്മൾ എഴുതിയെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ അതുവരെ നമ്മൾ ചെയ്യാതെ പോയ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു, ആ കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് പോകാനും നമ്മൾ പഠിക്കണം. ഓരോ ദിവസവും അത് ടിക്ക് ചെയ്ത് പോയേ മതിയാവും. കാരണം ദിവസങ്ങള് ഇനി എണ്ണപ്പെട്ടതാണ്. നമ്മൾ പറയും 10 കൊല്ലമുണ്ട്, 20 കൊല്ലമുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ 20 കൊല്ലം നമ്മുടെ ജീവിതത്തിന് ഓരോ വയസ്സ് മുതൽ നമ്മുടെ 20 വയസ്സ് വരെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ നമ്മുടെ ആ ദിവസങ്ങള്? 20 കൊല്ലം നമ്മൾ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അത് ഓർമ്മ ഉണ്ടോ ആ 20 കൊല്ലം നമ്മൾ ജീവിച്ചു എന്നുള്ളത്? നമുക്ക് ആർക്കും ഒന്ന് എടുത്തു പറയാൻ പോലും നമുക്ക് കഴിയില്ല 20 കൊല്ലത്തില് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അതിന് 20 കൊല്ലത്തിന് 40 കൊല്ലത്തിന്റെ ഇടയിൽ 20 കൊല്ലം നമ്മുടെ പ്രസവം, നമ്മുടെ കുട്ടികളെ നോക്കല്, നമ്മുടെ ഭർത്താക്കന്മാരെ നോക്കല്, നമ്മുടെ ജീവിതത്തിലെ പല അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വേഗതയേറിയ ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? തിരിച്ചു മടക്കത്തിലേക്കുള്ള ആ കൊല്ലമാണ് 20 കൊല്ലം. ഇത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഇനിയുള്ള കൊല്ലങ്ങളാണ് ഈ ഒരു 40 വയസ്സിന് ശേഷമുള്ള കൊല്ലങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 63 വയസ്സ് വരെയാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ ആയുസ് എന്ന് പറയുന്നത് അല്ലെ, മാക്സിമം അതുവരെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വയസ്സ് വരെയാണ്. പിന്നെ അതിന് ശേഷം കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസ് ആണ്. പക്ഷെ ഈ ഒരു 20 കൊല്ലം അത് തന്നെയായിരുന്നു നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കിട്ടിയ ജീവിതത്തിലെ വിജയിച്ച കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ദീനിനെ വളർത്തിയതും ദീനിനെ ലോകം മുഴുവനും എത്തിച്ചതും ഇത്രക്കധികം സഹാബികളെ ദുനിയാവിലേക്ക് എത്തിച്ചതും ഒക്കെ ഈ ഒരു 20 കൊല്ലത്തിന്റെ ഇടയിലായിരുന്നു. അപ്പൊ നമുക്ക് കഴിയും, നമുക്ക് കഴിയാവുന്നതേ ഉള്ളൂ. ഈ 20 കൊല്ലം നമുക്ക് ജീവിക്കാൻ കഴിയും. ഓരോ ദിവസവും നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ ഈ ഒരു ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും. എല്ലാതും അനുഗ്രഹങ്ങൾ തന്നെയാണ്, നമുക്ക് നേടേണ്ടത് തന്നെയാണ്. ആരും വിചാരിച്ചു പോകരുത് ദുനിയാവിൽ ലഭിച്ച കാര്യങ്ങള് ഇതൊന്നും ആവശ്യമില്ല എനിക്ക്, ഒരു പിന്നെ എല്ലാത്തിനും വിട്ടിട്ട് ഞാൻ ഒരു റൂമിലിരുന്ന് ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതി ജീവിക്കുന്നതാണ് എന്റെ ജീവിത വിജയം എന്ന്. അതല്ല ജീവിത വിജയം. ജീവിത വിജയം എല്ലാവരുടെയും കൂടെ എല്ലാവരോടും ഒരുമിച്ച് കൂടി എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് വേണം നമ്മൾ ഉയർന്നു വരാൻ. നമുക്ക് കിട്ടിയ പല പല പരാജയങ്ങളും ഉണ്ടാവും. ഭർത്താവിന് ആയാലും മക്കളെ കൊണ്ടായാലും കുടുംബത്തിലായാലും ഭക്ഷണത്തിലായാലും വെള്ളത്തിലായാലും വസ്ത്രത്തിലായാലും പല തരത്തിലും നമുക്ക് പല പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ആ പരാജയങ്ങളൊക്കെ വിജയങ്ങളാക്കി മാറ്റാൻ പറ്റും. നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ നമ്മളത് കാണുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ വിജയങ്ങൾ തന്നെയാണ്. നമുക്ക് മറ്റൊരാൾക്ക് ഇല്ലാത്ത പലതും നമുക്കുണ്ടാവും. നമ്മൾ അത് എഴുതി വെക്കണം. നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് മറ്റൊരാൾക്ക് ഇല്ലാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് നല്ലപോലെ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും, ചിലപ്പോൾ നമുക്ക് നല്ലപോലെ പഠിക്കാനുള്ള കഴിവുണ്ടാവും, ചിലപ്പോൾ നമുക്ക് നല്ലപോലെ ആളുകളോട് ഹിദ്മത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവും. എന്താണ് എൻ്റെ ഉള്ളിലുള്ള എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹം എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടെത്തുകയും ആ കണ്ടെത്തി അതിലൂടെ വേണം നമ്മൾ മുന്നേറാൻ. അത് കണ്ടെത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പകുതി വിജയം കിട്ടിക്കഴിഞ്ഞു. കാരണം ഖലീഫയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ദുനിയാവിലേക്ക് ഓരോ മനുഷ്യനെയും അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഒരു കഴിവുമില്ലാത്ത ഒരു മനുഷ്യ ജീവിയും ദുനിയാവിൽ ഉണ്ടാവില്ല. ഉണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഖലീഫയാക്കി ഞാനേ എന്ന് പറയുമ്പം അള്ളാഹ് നമ്മളെ ഉയർത്തി വെച്ചിട്ട് തന്നെയാണ് ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്താത്തത്. നമ്മൾക്ക് കിട്ടാതെ പോയ പരീക്ഷണങ്ങൾ, കിട്ടാതെ പോയ വിഷമങ്ങളും, കിട്ടാതെ പോയ പരാജയങ്ങളും, കിട്ടാതെ പോയ പല ജീവിതത്തിന്റെ പരാജയങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയില്ല, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടിയില്ല, എനിക്ക് നല്ല മക്കളെ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് പിന്നെ നല്ല ജോലി കിട്ടിയില്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഇത് നമ്മൾ പരാതികൾ മാത്രമായി കൊണ്ട് നോക്കിയിട്ടാണ്. ആ പരാതികളൊക്കെ ഇന്നു മുതൽ മാറ്റിവെക്കുക. മനസ്സിൽ നിന്ന് ആ പരാതികളൊക്കെ കെട്ടഴിച്ചു വിട്ടിട്ട് നമ്മള് എന്താണ് ഇനി നേടാൻ പോകേണ്ടത്, എനിക്ക് ഇനിയുള്ള കൊല്ലം എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് മുന്നേറാൻ പറ്റും, ഇത് നിങ്ങൾ കണ്ടെത്തണം. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ആരുടെയും ജീവിതം ഒരേപോലെയല്ല. പക്ഷെ ഇനിയുള്ള ജീവിതം എനിക്ക് എങ്ങനെ മുന്നേറാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന അന്ന് മുതൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു തുടങ്ങും. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കാലുകൊണ്ട് എടുത്തു വെക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളെ ജീവിതത്തിന്റെ വിജയം തുടങ്ങുകയാണത്. അത് ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും മക്കളായാലും എല്ലാവർക്കും ഉള്ള ഒരു നസീഹത്താണിത്. നിങ്ങളുടെ ജീവിതത്തിലെ വരാൻ പോകുന്ന അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് നോക്കിക്കാണുക. കഴിഞ്ഞു പോയത് പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒറ്റ കാര്യമില്ല. കാരണം അവിടെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമകൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്, മിസ്റ്റേക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ അള്ളാഹ് എന്ന് വിളിച്ച് ചെല്ലുന്നതോട് കൂടിയിട്ട് അതൊക്കെ മായ്ക്കപ്പെടുന്നു. നമ്മുടെ പിന്നിൽ സംഭവിച്ച എല്ലാ മിസ്റ്റേക്കും നമുക്ക് മായ്ച്ചു തരും. പിന്നെ വേണ്ടത് എന്താണ്? നമുക്ക് തവക്കുലിലൂടെ നമ്മൾ മുന്നേറുക എന്നുള്ളതാണ്. തവക്കുലിലൂടെ നമ്മൾ മുന്നേറുക. നമ്മൾ കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, മുന്നേറാനുള്ള വഴികൾ ആലോചിച്ചു കൊണ്ടിരിക്കണം. അല്ലാതെ കഴിഞ്ഞു പോയ പാസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ നോക്കാൻ പാടില്ല. ഫ്യൂച്ചറാണ്, പാസ്റ്റുമാണ്. അതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഇടയിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്തിൽ കൂടി ആയിരിക്കണം നമ്മൾ ജീവിതത്തെ മുന്നിൽ കാണാൻ. നമ്മൾ എപ്പോഴും നോക്കിക്കാണേണ്ടത് മുന്നിൽക്കാണ് നോക്കേണ്ടത്. പിന്നിലേക്ക് നോക്കിയാൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും പിന്നിലോട്ട് നോക്കാതിരിക്കുക, മുന്നിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ജീവിക്കാനുള്ള എനർജി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. നമ്മളൊക്കെ മരണം വരുന്നുണ്ട് അല്ലെ, നമുക്കൊക്കെ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് മലക്കുൽ മൗത്ത് വരുന്നത് നമുക്കറിയില്ല.
ആ സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു മടങ്ങിക്കഴിഞ്ഞാല് പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരു ജീവിതമാണ് അല്ലെ. ഖബർ എന്ന് പറയുന്നത് നമുക്ക് ഒരു കർമ്മങ്ങളും ഇല്ലാത്തൊരു ലോകമാണ് അല്ലെ ഖബർ എന്ന് പറയുന്നത്. അത് എത്ര കൊല്ലം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലമായിട്ട് ഖബറിലാണ് അല്ലെ. നമ്മുടെ സഹാബികളൊക്കെ അത്രയും കൊല്ലങ്ങളായിട്ട് ഖബറിലാണ്. അവർക്ക് അവരുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോയത്. നമ്മളോട് ചോദിക്കും, നമ്മൾ എന്ത് കർമ്മമാണ് ദുനിയാവിൽ ചെയ്തത്? നമ്മൾ എന്ത് കർമ്മം ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഖബറിലേക്ക്? നമ്മൾ എന്ത് കർമ്മം കൊണ്ടാണ് നമ്മുടെ അവിടെ പോയി കിടക്കാൻ പോകുന്നത്? 24 മണിക്കൂർ കിട്ടിയ രണ്ട് ആളുകള്, ഒരാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങി തീർക്കാണ്, പിന്നെ മടി പിടിച്ചിട്ടും ഉറങ്ങി തീർക്കാണ്. മറ്റൊരാൾ ആ 24 മണിക്കൂർ കൊണ്ട് തന്നെ അവന്റെ സമയത്ത് അവന് നിശ്ചയിച്ചുകൊണ്ട് അവന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന്, അടുത്തത് അടുത്തത് അടുത്തത്. അവനക്ക് ഉറങ്ങാനുള്ള ആ സമയം അത് കൃത്യമായിട്ട് അവൻ വിനിയോഗിക്കുകയും ബാക്കിയുള്ള സമയം അവന് കറക്റ്റായിട്ട് അവന്റെ പ്രവർത്തനങ്ങളിലാണ്. ആരാണ് വിജയിച്ചത്? ആരാണ് വിജയിച്ചവൻ? ഉറങ്ങി സമയം തീർത്തവനാണോ വിജയിച്ചവൻ? അതോ അവന്റെ സമയത്തിന് അവൻ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് പോയവനാണോ വിജയിച്ചവൻ? നമ്മളോട് ചോദിക്കുക, ഞാൻ അങ്ങനെയാണോ? നമ്മളെല്ലാവരും റമദാൻ മാസമായിട്ടുണ്ടെങ്കിൽ റമദാന്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുക്കും. ഈ റമദാൻ ഞാൻ ഇങ്ങനെ 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 ചെയ്യും. അത് ആ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും അവിടെ നമ്മളെ സമയത്ത് നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല. നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കാറേ ഇല്ല. ഈ ഒരു മാസം മാത്രമാണ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് അത് എല്ലാ ജീവിതകാലം മുഴുവനും നമുക്കത് ഉപയോഗിച്ചുകൂടാ? സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? നമ്മളോട് ചോദിക്കണം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല ആ സമയത്ത് കറക്റ്റായിട്ട്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അതിനെ സമയത്തിന് നമ്മൾ ആ 24 മണിക്കൂറിന്റെ കൗണ്ട് ഡൗൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അത്രത്തോളം ദുനിയാവില് ഇന്ന് അവസരങ്ങളുണ്ട് ആളുകൾക്ക്. അവസരങ്ങൾ ഉപയോഗിക്കാത്ത മാത്രം പ്രശ്നമാണ്. അവസരങ്ങൾ ഉപയോഗിക്കാത്ത പ്രശ്നമാണ്. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധാനിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയും അനുഗ്രഹങ്ങളുണ്ട് ദുനിയാവിൽ. ഒരു കൂട്ടർ വിജയിക്കുകയും ഒരു കൂട്ടർ ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അപ്പൊ നമ്മള് നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിച്ചോ, ഞാൻ പ്രവർത്തിച്ചോ? എന്നിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റബ്ബ് അത് എനിക്ക് നിശ്ചയിച്ചില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം പരിശ്രമിച്ചു എന്നുള്ളത് നമ്മളോട് ചോദിക്കണം. സമയത്ത് നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു ഓരോ ദിവസവും. അതല്ലാതെ റമദാനിലേക്ക് മാത്രമാക്കിക്കൊണ്ട് നമ്മളെ സമയത്ത് വിനിയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ദുനിയാവിലെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. റമദാന് മാത്രമല്ല, എല്ലാ ദിവസവും അതുപോലെ തന്നെയാണ്. റമദാനിൽ കുറച്ചുകൂടി പരിശ്രമിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ പ്രവർത്തിക്കണ്ടേ? നമ്മൾ പരിശ്രമിക്കണ്ടേ? നമ്മളോട് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത വിജയം എന്ന് പറയുന്നത് പരിശ്രമത്തിലൂടെ തന്നെ കിട്ടുന്നതാണ്. ഒരിക്കലും അത് വെറുതെ നമ്മുടെ കൈവെള്ളയിലേക്ക് വരുന്ന ഒരു കാര്യമൊന്നല്ല. നല്ല മാതാപിതാക്കൾക്ക് ജനിക്കാം, ചീത്ത മാതാപിതാക്കൾക്ക് ജനിക്കാം. പക്ഷെ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. ആ ബുദ്ധി വിനിയോഗിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് വെച്ച് എല്ലാവരോടും ഒരുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നത്. ഒരാൾക്കും ഒരു വിട്ടുവീഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ടില്ല. നമ്മളെ പരിശ്രമത്തിനെ ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ ഖലീഫയാക്കി നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിട്ട് നിങ്ങൾ ആ ഖലീഫ സ്ഥാനം എങ്ങനെ വിനിയോഗിച്ചു? ഇതെല്ലാവർക്കും ഒരുപോലെയുള്ള ക്വസ്റ്റ്യനാണ്, ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഇന്ന് നിങ്ങൾ കണ്ടെത്തുക. നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. ദീനിന്റെ മാർഗത്തിലാണെന്നുണ്ടെങ്കിലും ദുനിയാവിന്റെ മാർഗത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉത്തരം പറയാൻ കഴിയണം. ഉത്തരം പറഞ്ഞേ മതിയാവും. ദീനും ദുനിയാവും ഒരുമിച്ച് കൊണ്ടുപോകണം. ചില ആളുകളുണ്ട് ദീന് മാത്രമായിട്ട് കൊണ്ടുപോകുന്നത്, ചില ആളുകളുണ്ട് ദുനിയാവ് മാത്രമായി കൊണ്ടുപോകുന്നത്. അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ റസൂല്. നമ്മുടെ റസൂല് കൊണ്ടുപോയത് ദുനിയാവും ഉണ്ടായിരുന്നു, ദീനും ഉണ്ടായിരുന്നു, കുടുംബവും ഉണ്ടായിരുന്നു. എല്ലാതും ഒരുമിച്ചാ കൊണ്ടുപോയത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാ കൊണ്ടുപോയത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തഹജ്ജുദിന് നീക്കുന്ന സമയത്ത് നമ്മളും റബ്ബും മാത്രം. ദുനിയാവിലേക്ക് നേരം വെളുത്തതിന് ശേഷം ഇറങ്ങുന്ന സമയത്ത് ദുനിയാവും നമ്മളും മാത്രം. ആ സമയത്ത് നമ്മളെ ഹൃദയത്തിലാണ് പിന്നെ റബ്ബ്.
നമ്മുടെ ഹൃദയത്തിൽ റബ്ബിനെ പോയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കുന്നത്. വീണ്ടും രാത്രിയിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുമ്പം റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുമിച്ചാണ്. ദുനിയാവും ആഖിറവും ഒരുമിച്ചാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതിൽ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. കഴിയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. നന്മകൾ ചെയ്ത് മുന്നേറാനുണ്ട്. ആളുകൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ജനങ്ങളോട് സഹവർത്തിക്കാൻ പറ്റും. ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റും. നമ്മൾ ദുനിയാവെന്ന് പോയാലും അത് വീണ്ടും ദുനിയാവിൽ നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നമ്മളോട് ചോദിക്കുക, എനിക്ക് എന്തെല്ലാം ദുനിയാവിൽ ചെയ്യാൻ പറ്റും? ആ കാര്യങ്ങളുമായിട്ട് വേഗതയിൽ മുന്നേറുക. കാരണം സമയം കൗണ്ട് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. സമയം ടിക് 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 തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും അതിലൊരു ഇളവും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളൂ. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുക. നമ്മളെ നസീഹത്ത്, ഇന്നത്തെ നസീഹത്ത് എന്ന് പറയുന്നത് ജീവിത വിജയം നേടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങള് ദുനിയാവും ആഖിറവും ഒരുമിച്ച് കൊണ്ടുപോവുക. നല്ല സന്തോഷമായിരിക്കും നമുക്ക്. ഭയങ്കര സന്തോഷമായിരിക്കും. ജനങ്ങളോടും നല്ല രീതിയിൽ, നമ്മളോടും നല്ല രീതിയിൽ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ നഫ്സിനോടും നല്ല രീതിയിൽ നമ്മൾ നല്ല സമാധാനത്തിലായിരിക്കും എപ്പോഴും. ഉറങ്ങുന്നത് നല്ല നല്ല ഉറക്കമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാത്തവർക്ക് ഉറക്കം കിട്ടൂല. കാരണം ജീവിതത്തില് പരാജയത്തിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമുള്ളവർക്ക് ഉറക്കം കിട്ടൂല. വിജയിച്ചവന് മാത്രമേ ഉറക്കം നല്ല രീതിയിലാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പലർക്കും അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും. പക്ഷെ അതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് അതിലും ഉണ്ട് വിജയം. അതിലും വിജയിക്കാൻ പറ്റും. നമുക്ക് അതിലും വിജയിക്കാൻ പറ്റും. അസുഖങ്ങൾ പ്രയാസപ്പെടുന്നവർ അതിൽ ക്ഷമ കാണിക്കുക, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിലും അതിലൊരു തൃപ്തിയുണ്ട്. അതിലുണ്ട് ഒരു സമാധാനം, അതിലുണ്ട് ഒരു സന്തോഷം. അപ്പോഴും നമുക്ക് ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാം, ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറാം. അതിലും റബ്ബിനോട് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്ക് നമ്മുടെ നഫ്സിനെ വെച്ചിട്ട് നമുക്ക് അള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചൂടെ? നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് കഴിയുന്നത് എന്താണോ അത് മാത്രം ചെയ്യുക. കഴിയുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കും. കഴിഞ്ഞിട്ടും ചെയ്യാതെ കിടന്ന് ഉറങ്ങിക്കിടക്കുന്നവർക്ക് നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നേറുക. വേഗത കൂടണം നമ്മുടെ ജീവിതത്തിന്. കാരണം സമയം ഇനി കൗണ്ട് ഡൗൺ ആണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമ്മളെ ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള പുതിയതായിട്ട് വന്ന ആളുകൾക്കുള്ള അവയർനെസ് ആണ്. നമ്മളെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിരുന്നു. വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതും ഈ ഗ്രൂപ്പിലൂടെ ദീനിയായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നതും. പിന്നീട് നമ്മള് ഈ ഒരു കൊറോണ ടൈം ആയ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിലെ ഒരുപാട് പ്രായമായ സഹോദരിമാർക്ക് ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവര് എൻ്റെ അടുത്ത് വരികയും അങ്ങനെ ആ ഒരു ടൈമില് അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് തജ്വീദുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ്. ഓക്കെ, തജ്വീദുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. അത് തന്നെ തജ്വീദുൽ ഖുർആൻ അക്കാദമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഓക്കെ, ആ ഒരു പിന്നെ കൊറോണ ടൈമില് സ്ത്രീകളൊക്കെ ഭയങ്കര വീക്കായിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്, പ്രായമായ ഉമ്മമാർക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തി. തജ്വീദുൽ ഖുർആൻ എന്ന പേര് പിന്നീട് TQH ടെക് എന്ന പേരിലേക്ക് മാറുകയും പിന്നീട് ഇതിന്റെ കീഴിലായിക്കൊണ്ട് ഇന്ന് 2000-ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന ഓൺലൈനായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരായിട്ടും 2000-ഓളം ആളുകളിലേക്ക് അതെത്തി. ഓരോ വർഷവും നമ്മള് ഏകദേശം ഒരു 3000-4000 ആളുകളിലേക്ക് ഈ ദീനിന്റെ മജ്‌ലിസ് എത്തുന്നുണ്ട്. അതില് സ്ഥിരമായിട്ട് പഠിക്കുന്നവര് നമുക്ക് 1500-ഓളം സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പല പല വഴികളിലൂടെ കടന്നു വന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പരിശ്രമം, തുടങ്ങുമ്പോഴുള്ള പരിശ്രമം,
അത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല നോക്കുന്നുള്ളൂ. ബാക്കി അള്ളാഹു സുബ്ഹാനഹു തആലയാണ് അത് വളർത്തി തരുന്നത്. നമ്മൾ ഇതിന്റെ സബബ് മാത്രമാണ്. നമ്മൾ സബബ് മാത്രമാണ്. ആരുടെയും ഒരു കഴിവല്ല ഇത് വളർന്നത്. ഇത് റബ്ബ് സുബ്ഹാനഹു തആല വളർത്തുന്നതാണ്. നമുക്ക് സഹായത്തിന് ആളുകളെ തരുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണ്. നമുക്ക് സഹായത്തിന് ആളുകളെ തന്ന് ഇത് അള്ളാഹു സുബ്ഹാനഹു തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അല്ലാതെ നമ്മൾ ഇതിന്റെ പ്രയത്നിച്ചിട്ടോ നമ്മൾ ഇതിന്റെ പിന്നാലെ നടന്നിട്ടൊന്നുമല്ല. പക്ഷെ ദുആ ഉണ്ട് എപ്പോഴും. അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച പ്രകാരം പരിശ്രമിക്കുന്നുണ്ട്. രാവും പകലും ഞാൻ എന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുമാറാകട്ടെ. ലോകത്തും പരലോകത്തും അവർക്ക് പരിപൂർണമായിട്ട് അവരുടെ പ്രയത്നത്തെ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ട് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ നെയ്യത്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ആകെ 10 ടീച്ചേഴ്സുമായിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇത്. പക്ഷെ ഇന്ന് ഇതിന്റെ പിന്നില് 70ഓളം ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന നസീഹത്തിന്റെ ബാക്കിയാണിത്. നിങ്ങൾക്കും എല്ലാത്തിനും കഴിയും. നിങ്ങളെ കൊണ്ടും കഴിയും. എല്ലാവർക്കൊണ്ടും കഴിയും. നമ്മള് ആ ഒരു പരിശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരാത്തത്. പരിശ്രമം നമ്മളിൽ നിന്ന് വേണം. എല്ലാ തരത്തിലും പരിശ്രമിക്കാം. നിങ്ങൾക്ക് പല ആളുകൾ ഈ ദീനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അവരുടെ കൂടെ കൂടി നിങ്ങൾക്ക് പരിശ്രമിക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിശ്രമിക്കാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ട് അവരോടൊപ്പം കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ പരിശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം. ദുനിയാവിൽ പല തരത്തിലും നമുക്ക് പ്രയത്നിക്കാം. ഒരിക്കലും ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്കൊന്നും ആവാൻ പറ്റാതെ പോകുന്നത്. നമ്മളാണ്, ഞാനും നിങ്ങളും എല്ലാം നമ്മളാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാലേ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് പ്രയത്നിക്കുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ. ഈ ഒരു ഗ്രൂപ്പിന്റെ ഇന്നത്തെ ഒരു ക്ലാസ് റൂമിന്റെ നിയത്ത് എന്താണെന്ന് വെച്ചാല് നിസാ ഇഖ്റ നമ്മൾ 15ാമത്തെ ബാച്ചിന്റെയും അൽ ഖമറിന്റെ ബാച്ച് 1ന്റെയും റിസൾട്ട് അനൗൺസ്മെന്റ് ആണ്. ഓക്കെ, ഈ ഒരു അൽ ഇഖ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയതിന്റെ പിന്നിലും ഒരു വലിയൊരു നെയ്യത്ത് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇതില് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയപ്പം എനിക്ക് നേരിട്ട് പഠിപ്പിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ. ആ സമയത്ത് ഞാൻ വേറെ ടീച്ചേഴ്സിനെ വെച്ചിട്ടായിരുന്നു ഇതിലെ സിലബസ് സെറ്റ് ചെയ്തിരുന്നതും ഒക്കെ. പക്ഷെ ഒരു സമയത്ത് എത്തിയപ്പം അവര് ചെയ്യുന്നത് ശരിയാവുന്നില്ല. എനിക്ക് എന്റേതായ രീതിയിലേക്ക് ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഞാൻ സ്വന്തമായിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇഖ്റ എന്നുള്ള ഗ്രൂപ്പിലേക്ക് ഇത് എത്തിയത്. ഇഖ്റ എന്ന ഗ്രൂപ്പ് ഖായിദ നൂറാനിയെ പഠിപ്പിക്കുന്ന ഗ്രൂപ്പാണ്. സുബ്ഹാനല്ലാഹ്, ഒരു നല്ല സിസ്റ്റമാണ് ഈ ഖായിദ നൂറാനിയെ വെച്ചിട്ടുള്ള ഖുർആൻ പഠനം എന്ന് പറയുന്നത്. ഖായിദ നൂറാനിയെ വെച്ച് തീരെ ഖുർആൻ അറിയാത്തവരെ അവർക്ക് അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കാനും അവര് പലരും പല സ്ഥലങ്ങളിലായിരിക്കും നിൽക്കുന്നത് അല്ലെ. ഖുർആൻ പഠിക്കുമ്പം നമ്മളൊരു ഖുർആൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഖുർആൻ ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് ആ ക്ലാസ് റൂമിലേക്ക് വരുന്ന സ്റ്റുഡൻസ് പലരും പല അവസ്ഥയിലായിരിക്കും. ഒരു കൂട്ടർക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ നല്ലപോലെ തജ്വീദ് അറിയുന്നുണ്ടാവും. ഒരു കൂട്ടർക്ക് തജ്വീദ് കുറച്ചേ അറിയുന്നുണ്ടാവുള്ളൂ. ഒരു കൂട്ടർക്ക് തീരെ അറിയുന്നുണ്ടാവില്ല. ഒരു കൂട്ടർക്ക് എന്തൊക്കെയോ അറിയാം, ഒന്നും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും എല്ലാ സ്റ്റുഡൻസും ഉണ്ടാവുക. പലരും പല അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ എല്ലാവരെയും ഒരുമിച്ച് ഒരേ സിലബസിൽ കൂടി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയേ മതിയാവും. എല്ലാവർക്കും ഒരുപോലെ എത്തിക്കുന്ന രീതിയിൽ ഒരു പഠന സംവിധാനത്തിലേക്ക് അത് വരണം. അങ്ങനെയാണ് ഇഖ്റ എന്ന് പറയുന്ന ഈ ഒരു പഠന സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയത്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. 3 മന്ത് കൊണ്ട് നമ്മൾ തജ്വീദ് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പഠന കോഴ്സാണിത്. 3 മാസം കൊണ്ട് നമ്മൾ തജ്വീദിന്റെ ബേസിക് തജ്വീദ് എന്തായാലും അതിൽ കംപ്ലീറ്റ് ആവും ആളുകൾക്ക്. അതിലാർക്കും ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ തജ്വീദ് അവിടെ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ. കാരണം ഞാൻ തജ്വീദ് പഠിച്ച ഒരാളാണ്. എത്രയോ വർഷങ്ങൾ എടുത്തിട്ടും പിന്നെയും എനിക്ക് സംശയങ്ങളായിരുന്നു തജ്വീദില്. പക്ഷെ ഈ ഒരു കോഴ്സിലൂടെ ആ ഒരു സംശയത്തിന് ഇടവരാത്ത വിധം തജ്വീദ് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ ഇഖ്റ ഗ്രൂപ്പിലൂടെ കഴിയും. അത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതാണ്. അത് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 മാസം കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തജ്വീദ് മുഴുവനും കംപ്ലീറ്റ് ആവും.
പിന്നെ വരുന്നത് ആ തജ്വീദ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. പല ആളുകളും ചെയ്യുന്നത് തജ്വീദും റെസിറ്റേഷനും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നീട് അത് എവിടെ എന്ത് പ്രയോഗിക്കണം എന്നറിയാതെ അതിൽ കടന്നിട്ട് പ്രയാസപ്പെടുന്ന ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മിക്കവാറും ആളുകൾ അങ്ങനെയാണ് ഖുർആൻ പഠിക്കുന്നത്, ഭയങ്കര പ്രയാസപ്പെട്ടു. അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കുന്നതിന് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും അതിലേക്ക് വരാൻ ആളുകൾക്ക് പേടിയും. കാരണം തജ്വീദ് പഠിക്കുക എന്ന് പറയുന്നത് അത് എന്തോ ഒരു വലിയ ബാലികേറാമല പോലെയാണ് ആളുകൾക്ക് തോന്നാറുള്ളത്. അങ്ങനെയല്ല. തജ്വീദ് പഠിക്കുന്നത് ഈസിയാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ഈ തജ്വീദ് പഠിപ്പിക്കുന്നത് ഇവിടെ. ആ ഒരു 3 മാസത്തിലൂടെ നിങ്ങൾ തജ്വീദ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 മാസം അത് അപ്ലൈ ചെയ്യുന്ന തിലാവത്തുൽ ഖുർആന്റെ ക്ലാസ് റൂം ആയിരിക്കും 3 മാസം. ഈ 2 കോഴ്സ് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് തജ്വീദോട് കൂടിയിട്ട് ഖായിദ പഠിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ നെക്സ്റ്റ് 3 മന്ത് നിങ്ങളൊരു ടീച്ചിങ് പ്രോഗ്രാമിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ 9 മാസം കൊണ്ട് നല്ല പരിശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 9ാമത്തെ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉറപ്പായിട്ടും മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഖുർആന് ശരിയായ രീതിയിൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത്രയും ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. കാരണം അതില് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഖുർആനിലെ ഈ ഒരു ഇഖ്റ ഗ്രൂപ്പിനെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അതിലെ പരിശ്രമം അത് നിർബന്ധമായിട്ടും വേണം. കാരണം ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ആ ദിവസത്തേക്ക് മാത്രമാണ്. നിങ്ങൾ ലീവ് എടുത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും അന്ന് പഠിപ്പിച്ച പോർഷൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യും. അത് നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് അതിന്റെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോഴത്തേന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. വീണ്ടും ഇതേ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നത് ആർക്കും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ജോയിൻ ആവുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത് അതാണ്, ഒരു ദിവസം പോലും നിങ്ങൾ മിസ്സാക്കാതെ നിങ്ങൾ ക്ലാസ് മുഴുവനും അറ്റൻഡ് ചെയ്യണം. ഇത് നിങ്ങൾ ഫീസ് അടക്കുന്നതിനൊന്നുമല്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് അമല് കിട്ടണോ, നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഈ അമൽ എത്തിച്ചു കൊടുക്കണോ, നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിന് അത്രയും സീരിയസ് ആയിട്ട് കാണണം. 9 മാസത്തെ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കാനുള്ള ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ എത്തും. നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് തന്നെ ടീച്ചേഴ്സിനെ തെരഞ്ഞിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നത്. നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ അൽഖമർ എന്ന് പറയുന്ന ഈ ഒരു ടീച്ചേഴ്സ് ടീച്ചിങ് പ്രോഗ്രാം തുടങ്ങിയത് പോലും ഗ്രൂപ്പിലേക്ക് നല്ല ടീച്ചേഴ്സിനെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഖായിദ പഠിച്ച നല്ലതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു ടീച്ചറിനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ടീച്ചിങ് പ്രോഗ്രാമിലേക്ക് വന്നത്. അപ്പൊ അത്രത്തോളം അതിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് എനിക്ക് തരാനുള്ള നിങ്ങൾക്കുള്ള അഡ്വൈസും ഇതാണ്. നിങ്ങൾ ഈ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടച്ചോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾ കോഴ്സ് ഉറപ്പായിട്ടും അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ അതിന് കാണുകയും അതിനെ പൂർത്തിയാക്കുകയും ചെയ്യണം. എങ്കിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, എന്റെ ഗ്രൂപ്പിലേക്ക് തന്നെ നിങ്ങളൊരു ടീച്ചറായിട്ട് കയറി വരും. അത്രയും പൊട്ടൻഷ്യൽ നമ്മുടെ ഗ്രൂപ്പിനുണ്ട്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗ്രൂപ്പാണിത്. അപ്പൊ നിങ്ങൾ അതിന് സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മുകളിലുള്ള ബാധ്യതയായിട്ട് നിങ്ങൾ കാണണം. ഒരിക്കലും ഒരു വെറുതെ ഒന്ന് പഠിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണരുത്. ദീന് പഠിക്കുകയും ചെയ്യണം, പഠിപ്പിക്കുകയും ചെയ്യണം. ഖുർആന് പഠിക്കുകയും പഠിപ്പിക്കുന്നവരുമാണ് ആര്? ഉത്തമരായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം പരിശ്രമിക്കണം. നിങ്ങളോട് ആദ്യം പറഞ്ഞ നസീഹത്ത് നിങ്ങൾ എഴുതി വെക്കുക, ഇന്ന് എഴുതി വെക്കുക. നിങ്ങൾ ഈ 9 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് തന്നെ ഒരു ടീച്ചറായിട്ട് ഞാൻ കയറും. ഇത് എഴുതി വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. കാരണം ഈ മദ്രസയിൽക്കും നമുക്ക് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്, വലിയ ക്ലാസ്സിലേക്കും നിസാബ് ബാച്ചിലേക്കും നമുക്ക് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. രണ്ടിലും ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് ഈ ഒരു ഖായിദ വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട്. ടീച്ചേഴ്സിനെ കണ്ടെത്താനും അവർക്ക് ഇന്റർവ്യൂ പ്രോസസ്സ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാതെ പോവുകയാണ് ടീച്ചേഴ്സിനെ. പലരും 15 ജ്യൂസും 20 ജ്യൂസും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള ക്വാളിറ്റിയിലേക്ക് അവരെത്തുന്നില്ല. കാരണം അതിന് അവർ ആ ലെവലിലല്ല അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഹിഫ്ള് പഠിക്കുന്നവര് അവരോടൊക്കെയുള്ള ഒരു നസീഹത്ത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ തജ്വീദ് പഠിക്കാതെ തജ്വീദ് മനസ്സിലാക്കാതെ ഒരിക്കലും ഹിഫ്ളിലേക്ക് പോകാൻ പാടില്ല.
കാരണം നിങ്ങൾ തെറ്റ് ഓതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ടീച്ചറിന്റെ മുമ്പിൽ പോയിരിക്കുമ്പം, ഒരു മുഅല്ലിമിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ അവർ തെറ്റ് തിരുത്തി തരുമ്പം നിങ്ങൾക്കത് സഹിക്കാൻ പറ്റൂല, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യൂല. എനിക്ക് തന്നെ അറിയാം, ഒരുപാട് എൻ്റെ ഇതിലുള്ള സ്റ്റുഡൻസ് അവരടുത്ത് തെറ്റ് തിരുത്തി കൊടുക്കുമ്പം അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നില്ല തുടക്കത്തിൽ. അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവര് പഠിച്ചത് തന്നെ അവർ പാടിക്കൊണ്ടിരിക്കുക. എത്ര തന്നെ ടീച്ചേഴ്സ് പരിശ്രമിച്ചിട്ടും അവർക്ക് തെറ്റ് തിരുത്താൻ പറ്റുന്നില്ല. അപ്പൊ ആ തെറ്റോട് കൂടിയിട്ട് ഓതി പഠിച്ചത് കൊണ്ടുണ്ടായ മിസ്റ്റേക്കാണ് അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്ക് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിലും തജ്വീദ് ഏറ്റവും നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഹിഫ്ളിലേക്ക് പോവുക. എന്നിട്ട് ഹിഫ്ൾ എടുക്കുമ്പം നിങ്ങൾക്ക് മിസ്റ്റേക്ക് കൂടാതെ ഓതി പഠിക്കുകയും ചെയ്യാം. മറ്റൊരാളെ പഠിപ്പിക്കുമ്പം നിങ്ങൾ ഒരിക്കലും അവരെ അപമാനിക്കുകയില്ല. എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഗ്രൂപ്പിലേക്ക് ഹിഫ്ളുള്ള ഒരു ടീച്ചറിനെ എടുത്തിട്ട് ആ ടീച്ചർ ക്ലാസ് റൂമിൽ പോയിരുന്ന് ഓതി കൊടുത്ത സമയത്ത് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, കാരണം അവർക്ക് മുമ്പ് വന്നിരുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ പോയ സമയത്താണ് പുതിയ ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ടീച്ചർ ക്ലാസ് റൂമിൽ ചെന്നിരിക്കുമെന്ന് ഓതി കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ പറയാണ്, ടീച്ചറെ മിസ്റ്റേക്ക് ഉണ്ട്, തജ്വീദ് തെറ്റാണ് ടീച്ചർ ഓതിയതെന്ന്. ഒരു ടീച്ചറിനെ അപമാനിക്കുന്നതിലും ഇതിലും വലിയൊരു അപമാനം ഒരു ടീച്ചർക്ക് വരാനുണ്ടോ? അപ്പൊ നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ പഠിക്കുമ്പം ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരിക്കലും അതിലൊരു കളങ്കം വരുത്തരുത്. എനിക്കെല്ലാം അറിയാമെന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് പഠിച്ച് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളൊന്ന് താഴ്ന്നേ മതിയാവും. ദീന് പഠിക്കാൻ നിങ്ങളൊന്ന് താഴ്ന്നു കൊടുത്തേ മതിയാവും. കാരണം നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത് എനിക്കെല്ലാം അറിയാം. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തജ്വീദ് പഠിച്ച ഒരു ടീച്ചറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങളൊന്ന് ഓതി കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലോ അത് തിരുത്താനും തയ്യാറാണ്. അല്ലാതെ അവിടെ കിടന്നിട്ട് നിങ്ങൾ എന്ത് പറയാൻ പാടില്ല, പിന്നെ ടീച്ചർ അങ്ങനെയല്ല, ടീച്ചർ എങ്ങനെയാണ് എന്ന് പറഞ്ഞ ടീച്ചറിനെ തിരുത്താൻ വേണ്ടിയിട്ട് പോകരുത്. അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പഠിക്കാൻ വന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലൊരു വിജയം ഉണ്ടാവും. ഓക്കെ, അൽഹംദുലില്ലാ. അടുത്തത് നമ്മളെ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഗ്രൂപ്പിന്റെ വിവരങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 3 തരത്തിലുള്ള പ്ലാറ്റ്ഫോമാണ് ഗ്രൂപ്പിനുള്ളത്. ഓക്കെ, TQ എഡ്യൂടെക്കിലേക്ക് വരുന്ന പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. അവർക്ക് ഒട്ട് കറക്റ്റ് ആയിട്ട് അവർക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കാനില്ല താനും എന്താണ് ഗ്രൂപ്പിലെ വിശേഷങ്ങള്, ഗ്രൂപ്പിലെ കാര്യങ്ങൾ എന്താണെന്ന്. നമുക്ക് 3 ലെവൽസ് ആണ് നമ്മുടെ ഗ്രൂപ്പിനുള്ളത്. ഓക്കെ, ലേണിംഗ് ട്രാക്ക് 3 ലെവൽസ് ആണ്. ഒന്ന് മർക്കസ് ആയിഷ. ഓക്കെ, മർക്കസ് ആയിഷ പ്യൂർലി ഇസ്ലാമിക് ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, സലഫി മൻഹജിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക് ഗ്രൂപ്പാണിത്. ഇത് മർക്കസ് ആയിഷ. ഇത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ വേറെ ഒന്നുമില്ല. അവിടെ ഉള്ളത് ഫുള്ളും ഇസ്ലാമിക് രീതിയിലുള്ള ടീച്ചേഴ്സും ആ ഗ്രൂപ്പും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു പുരുഷന്മാരുടെയും ഒരു സാന്നിധ്യം അതിൻ്റെ ഉള്ളിൽ ഇല്ല താനും. അത് പ്യൂർലി സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പുരുഷന്മാർക്കുള്ള ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അത് പ്രത്യേകമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഗ്രൂപ്പാണ്. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പ്, IQL. ഇതിന്റെ കീഴിലായിക്കൊണ്ട് നമ്മള് വിഭാവനം ചെയ്തിട്ടുള്ളത് ദുനിയാവിയായ കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് അല്ലെ. ദുനിയാവും വേണം, നമുക്ക് ആഖിറവും വേണം. ദുനിയാവിലെ ജീവിതമാർഗങ്ങൾ തടഞ്ഞുകൊണ്ടല്ല നമ്മൾ ആഖിറം നേടാൻ നോക്കേണ്ടത്. നമുക്ക് ദുനിയാവിലെ വിഭവങ്ങളും വേണം, അതിന്റെ കൂടെ നമ്മൾ ആഖിറത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും വേണം. അതാണ് നമ്മുടെ നിയ്യത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മള് ചില ആളുകൾക്ക്, മിക്കവാറും സ്ത്രീകൾക്ക്, നമ്മുടെ കൂട്ടത്തിലുള്ള മിക്കവാറും ദീനിയായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും പുറത്തു പോയിട്ട് അവർ പഠിക്കാൻ പോവുക അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദീനീപരമായിട്ട് തന്നെ നമ്മൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സ്ത്രീകൾക്ക് ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ ആ പ്രവർത്തിക്കുന്ന മേഖലകൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പ്. ഓക്കെ, മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അതിന് മാത്രമായിക്കൊണ്ട് വേറെ തന്നെ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വേറെ പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട്. അവിടെ BCom വിത്ത് ACCA, CA, CMA തുടങ്ങിയ കോഴ്സുകൾ മാത്രമാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്.
ഓക്കെ. ഇതും നമുക്ക് ഓൺലൈനിൽ കൂടി ചെയ്യാൻ പറ്റുന്ന, സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ജീവിതമാർഗം കണ്ടെത്താവുന്ന ഒരു മേഖലയാണ്. ഇനി അതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ബേസും ഒക്കെ വേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലം കൂടിയാണത്. ഓക്കെ. ഇത് മൂന്നും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പഠന സംവിധാനമാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മർക്കസുൽ ആയിഷ. ഈ മർക്കസുൽ ആയിഷ രണ്ട് ഭാഗമായിട്ടുണ്ട്. ഒന്ന് വലിയ ആളുകളുടെ നിസാവും റിജാലും ബാച്ചും, പിന്നെ രണ്ടാമത്തെ കിഡ്സ് ബാച്ചും. ഓക്കെ. മർക്കസുൽ ആയിഷിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ബൈറൂഹ എന്ന് പറയുന്ന ഒരു പഠന സംവിധാനമാണ്. തഫ്സീറും അതുപോലെ തന്നെ തർബിയത്തും സീറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാതും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് രൂപമാണ്. 4 വർഷം എടുത്ത് തീർക്കേണ്ടുന്ന ഒരു കോഴ്സാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് നടക്കുന്ന ഒരു കോഴ്സാണ് അതൊക്കെ ഓൺലൈനിൽ കൂടി തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതിൽ 3 ഭാഗമുണ്ട്. ഒന്ന് അമ്മ ജുസ് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഭാഗം, അത് തദബ്ബുർ ചെയ്യുന്ന ഭാഗമാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ. അമ്മ ജുസ് ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് രൂപത്തിലാണ് നമ്മൾ അതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ഖുർആൻ പൂർണ്ണമായിട്ട് സ്റ്റാർട്ടിങ് മുതൽ ഫാത്തിഹ മുതൽ എൻഡിങ് വരെ സൂറത്ത് നാസ് വരെ പൂർത്തിയാക്കുന്ന തഫ്സീറിന്റെ ക്ലാസ് റൂമാണ്. ഓക്കെ. പിന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ കഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് ഈ ഒരു 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ. ഇതിന്റെ ഇടയിൽ തർബിയത്തിന്റെ ഓരോ ചെറിയ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. തർബിയത്ത് എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ താഴ്ന്നു പോകും, നമ്മുടെ മനസ്സ് തളർന്നു പോകുക, ഇങ്ങനെയൊക്കെ വരും അല്ലെ. അപ്പൊ നമുക്ക് ദീനിന്റെ മാർഗത്തിൽ തന്നെ എങ്ങനെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ നഫ്സിനെ എങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. ഓക്കെ. ഇതാണ് ബൈറൂഹയെ കുറിച്ച് പറയാനുള്ളത്. ഇതില് ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അത് ഉസ്താദാണ് എടുക്കുന്നത്. അത് വേറെ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങൾക്കും കൂടി ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന രാത്രിയിൽ 9 മണിക്കുള്ള ഒരു ക്ലാസ് റൂമാണ്. അത് ഫാമിലി ഗ്രൂപ്പ്. ഓക്കെ. ഇത്രയാണ് ബൈറൂഹയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഡിപ്ലോമ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 വർഷത്തെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഖുർആന് പൂർണ്ണമായിട്ടും ഓരോ വാക്കുകളും പഠിപ്പിക്കുന്ന കോഴ്സാണ്. അതായത് ഖുർആന് പൂർണ്ണമായിട്ടും വായിക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ്. ഓക്കെ. നുജൂം അബ്ദുൽ വാഹിദ് സാറിന്റെ കിതാബും വെച്ചിട്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. ഓക്കെ. അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. അതിനെ ആ സിലബസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. ഓക്കെ. മലയാളത്തിലാണ് അത് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷിലേക്കും അത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് വരും. ഓക്കെ. അതുപോലെ തന്നെ ബൈറൂഹും മലയാളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇംഗ്ലീഷിലേക്ക് നമ്മളത് തുടങ്ങാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ. ഡിസംബറോട് കൂടിയിട്ട് അത് തുടങ്ങും. ഇക്രന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് 9 മാസത്തെ കോഴ്സ്, ബിഗിനേഴ്സ്, തിലാവത്തുൽ ഖുർആന്, പിന്നെ അൽ ഖമർ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ. പിന്നുള്ളത് നിങ്ങൾക്ക് അലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണുള്ളത്. അലിഫ് എന്ന് പറയുന്നത് ഹിഫ്ദ് പഠിക്കുന്നതും അതുപോലെ തന്നെ തിലാവ പഠിക്കുന്നതും ഗ്രൂപ്പാണ്. സ്ലോ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേറൊരു ബാച്ചും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അത് 9 മാസം കൊണ്ട് 5 ജ്യൂസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു അലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാച്ചാണുള്ളത്. അത് 4 വർഷത്തെ കംപ്ലീറ്റ് ആയിട്ട് ഖുർആൻ പൂർണ്ണമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയ സിലബസ് അനുസരിച്ചുള്ള ഒരു ബാച്ചാണ്. പക്ഷെ അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ തജ്വീദ് കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് ആകാതെ നമ്മൾ തജ്വീദ് കംപ്ലീറ്റ് ആകാതെ അലിഫിലേക്ക് നമ്മൾ എടുക്കൂല. ഓക്കെ. പിന്നെയുള്ളത് സ്പോക്കൺ അറബിക്കിൻ്റെത് മദീന ബുക്ക് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ സ്പോക്കൺ ലാംഗ്വേജ് അറബിക് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതും കോഴ്സാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഉള്ളത് വീക്കിലി തഫ്സീർ. ഒരു 8 ദിവസമായിട്ട് എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന വീക്കിലി തഫ്സീർ ക്ലാസ് ഉണ്ട്. പിന്നെ തുഹ്ഫത്തുൽ അത്ഫാലിന്റെ ഇജാസ പ്രോഗ്രാം ഉണ്ട്. അതായത് ഒരു കവിത രൂപത്തിൽ നമ്മൾ തജ്വീദ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊരു സർട്ടിഫൈഡ് കോഴ്സാണ്. ഇജാസ കൊടുക്കുന്ന കോഴ്സാണ് അതൊക്കെ. അതിനും തജ്വീദ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ മോം സീക്കേഴ്സ്, മാതാക്കൾക്ക് വേണ്ടിയിട്ട്, ഉമ്മമാർക്ക് വേണ്ടിയിട്ട് 6 മാസത്തെ ഒരു കോഴ്സാണ് അത്. പക്ഷെ അതില് ജോയിൻ ആവുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിക്കൊണ്ടേ നമ്മൾ കൊടുക്കുള്ളൂ. കാരണം അത്രയും ജീവിതത്തിൽ ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ചില ഉമ്മമാരുണ്ടാവും. മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ആ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ.
ഇത്രയാണ് മർക്കസുൽ ആയിഷിന്റെ കീഴിലെ നിസാബ് ബാച്ചിനുള്ള കോഴ്സുകൾ. ഓക്കെ, ഇതിന്റെ റിജാൽ ബാച്ച് ഇക്രയ്ക്ക് മാത്രമേ ഉള്ളൂ. അതായത് ബിഗിനേഴ്സിന് പഠിക്കുന്ന കോഴ്സ് മാത്രമേ റിജാൽ ബാച്ച് നമ്മൾ വെച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഒരു തസ്കിയന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അത് വീക്ക്ലി ഒരു ഫ്രീ ആയിട്ട് അത് ഒരു ക്ലാസ് റൂം ആണ്. നല്ല നല്ല ടോപ്പിക്സ് മാത്രം കൊടുത്തുകൊണ്ട് എല്ലാ വീക്കിലും നമ്മൾ ഓരോ ക്ലാസ്സുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിസാരിജാലിൽ അറിയാനുള്ളതൊക്കെ. പിന്നുള്ളത് കിഡ്സ് പ്രോഗ്രാമാണ്. മർക്കസുൽ ആയിഷന്റെ കീഴിൽ കിഡ്സിന്റെ പ്രോഗ്രാം ഉണ്ട്. അത് മലയാളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇൻഷാല്ല ബീദില്ല നമ്മൾ ഡിസംബറോട് കൂടിയിട്ട് ഇംഗ്ലീഷിലും തമിഴിലും അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതിന്റെ കീഴിലായിക്കൊണ്ടാണ് ഈ മദ്രസ ഉള്ളത്. ഈ മദ്രസൻ്റെത് നമ്മൾ സൽഫി മൻഹജിൽ തന്നെ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിൽ പഠിപ്പിക്കുന്നത്. 5 മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്കാണ് അവിടെ പ്രവേശനം ഉള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനമുണ്ട്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ അതില് പ്രവേശനം കിട്ടും. ഓക്കെ, സിലബസ് ബേസ്ഡ് ആയിട്ട് ബുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള പഠന സംവിധാനമാണ്. ആഫ്റ്റർ സ്കൂൾ അവേഴ്സിലായിരിക്കും നമ്മൾ അത് കൊടുക്കുന്നത്. ഓക്കെ, അത് പല സമയത്തായിട്ടുണ്ട്. വൈകുന്നേരം 5 മണി മുതൽ അത് രാത്രി 10 മണി വരെയുള്ള ടൈമിന്റെ ഇടയിൽ പല സമയങ്ങളിലായിട്ട് ബാച്ച് ആയിട്ടായിരിക്കും നമ്മൾ അത് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് 15 മിനിറ്റ് ഖുർആൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കും. പിന്നെ അതിനുശേഷം 45 മിനിറ്റ് നമ്മൾ ബുക്ക് വെച്ചിട്ട് സിലബസ് വെച്ചിട്ടുള്ള പഠനമായിരിക്കും. ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എക്സാം നടത്തി നമ്മൾ പാസ്സാവുന്നവരെ പുതിയ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിലാണ് അത് പോകുന്നത്. അതിന്റെ ഒരു പിന്നെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും നമ്മുടെ സെയിം ക്ലാസ് റൂമിൽ ആഡ് ആവാൻ പറ്റാറില്ല. കാരണം ക്ലാസ് റൂം അത്രയും ഹൈ ക്വാളിറ്റിയിൽ പോകുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ക്ലാസ് റൂമിൽ ഇപ്പം നിങ്ങൾ കുട്ടി 4-ാം ക്ലാസ്സിലാണെങ്കിൽ 4-ാം ക്ലാസ്സിൽ തന്നെ വന്ന് ചേർന്നാലും ഒരിക്കലും ആ കുട്ടിക്ക് ആ 4-ാം ക്ലാസ്സിലെ ക്ലാസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലൊക്കെ ഇരുത്തേണ്ട അവസ്ഥയാണ് വരാറുള്ളത്. കാരണം ആ കുട്ടികൾ പഠിച്ച പഠനം അത്രയും താഴെ ലെവലിലായിരിക്കും അവര് കടന്നു വന്നിട്ടുണ്ടാവുക. കാരണം നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. ക്ലാസ് റൂം ആണെങ്കിലും അത്രയും ഹൈ ക്വാളിറ്റിയിലാണ് പോകുന്നത്. എല്ലാ 3 മാസം കൂടുമ്പോഴും എക്സാം നടത്തും. 6 മാസം കൂടുമ്പോഴും എക്സാം ഉണ്ട്. പിന്നെ 11-ാമത്തെ മാസത്തിൽ നമ്മൾ ഫൈനൽ എക്സാം നടത്തി പാസ് ഔട്ട് ആയാൽ മാത്രം പുതിയ ക്ലാസ് റൂമിലേക്ക് ആഡ് ചെയ്യും. പാസ് ഔട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന നമുക്ക് 4 ബാച്ച് ആയിട്ടാണ് ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊല്ലത്തില് എല്ലാ 3 മാസത്തിലും പുതിയ പുതിയ ബാച്ച് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പം ഒരു ബാച്ചിൽ ഒരു കുട്ടി പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിനെ അടുത്ത ബാച്ചിന്റെ അവസാന സെമ്മിലേക്ക് ആക്കിയിട്ട് അവരവരെ അവിടെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ് റൂമിലേക്ക് അവരെ ആഡ് ചെയ്യുള്ളൂ. അങ്ങനെ സിസ്റ്റമാറ്റിക് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, പിന്നുള്ളത് ഇക്ര അതിൽ തന്നെ നിങ്ങൾ ഇപ്പൊ വന്ന ക്ലാസ് റൂമിന്റെ തന്നെ കുട്ടികളുടെ ക്ലാസ് റൂമും അതുപോലെ തന്നെ അലിഫും പിന്നെ ഖുർആൻ റെസിറ്റേഷൻ മാത്രമായിക്കൊണ്ടുള്ള ഗ്രൂപ്പുമാണ് ഉള്ളത്. ഓക്കെ, ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പിന്റെ കീഴിലായിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് മോണ്ടിസറി സ്കൂൾ ഉണ്ട്. പിന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ മെഹന്തി ഡിസൈനിങ് നടക്കുന്നുണ്ട്. പുതിയത് ഇനി വരാനുള്ളത് ഡിപ്ലോമ ഇൻ റെസിൻ ആർട്ടാണ് വരാനുള്ളതൊക്കെ. ഇതിന്റെ കീഴിലായിക്കൊണ്ട് പുതിയ പുതിയ കോഴ്സുകൾ നമ്മൾ പുതിയത് വരും. ഓക്കെ, ഇപ്പം വീട്ടിലിരുന്നു കൊണ്ട് ജീവിതമാർഗം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോപ്പ് മേക്കിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പഠന സംവിധാനത്തിലേക്ക് നമ്മൾ ഇതിൽ ഒരുപാട് കോഴ്സുകൾ കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഷാൾ. അൽഹംദുലില്ലാഹ്, റിസൾട്ട് അനൗൺസ്മെന്റ് ആണ് ഇന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നിസാ ഇക്രയിലെ റിസൾട്ട് അനൗൺസ്മെന്റ് ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സായി 15th ബാച്ചിന്റെ റിസൾട്ട് അനൗൺസ്മെന്റ് ആണ്. നമ്മളിപ്പം പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 18th ബാച്ചാണ്. അപ്പം 15th 16th 17th 3 ബാച്ച് ഇതിന് മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 15th ബാച്ചിന്റെ റിസൾട്ട് അനൗൺസ്മെന്റ് ആണിത്. കായിദ നൂറാനിയെ വെച്ചിട്ടാണ് 3 മാസത്തെ കോഴ്സ് രൂപത്തിലായിരുന്നു നമ്മളത് നടത്തിയിരുന്നത്. അതിന്റെ ഫൈനൽ എക്സാം കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് അനൗൺസ്മെന്റ് ആണ്. ആരൊക്കെയാണ് ഇതിലുള്ളവരെന്ന് വെച്ചാൽ അവരൊന്ന് കൈ ഉയർത്തണം. സെറീന, സെറീന സെറീന ഉണ്ടോ അതില്?
സെറീനാണോ മാം? സെറീനയാണോ? സെറീനാണോ? സെറീന ഇതന്നെയാണ് മാം പറഞ്ഞത് തന്നെയാണ്. ഹൽക്ക നമ്പർ 1502 ആയിരുന്നു കേട്ടോ. ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ആള്. ഓക്കെ. തസ്നി അസീസ്. അത് രണ്ടും എന്റെ സ്റ്റുഡന്റ് ബിബിത്ത. സെറീൻ, തസ്നി. ആരുടെ സ്റ്റുഡന്റ്? സുമയ്യ 15ാമത്തെ സുമയ്യ. ബാച്ചിലല്ലേ? അതെ ആ അതെ. 15ാമത്തെ. ആ ആ സുമയ്യ ടീച്ചറാണ് അവരുടെ ടീച്ചർ. കൺഗ്രാറ്റുലേഷൻ. നമ്മള് ഇങ്ങനെ ഒരു കോഴ്സ് നടത്തിയിട്ട് ഇത്രയും നല്ല രീതിയിൽ കടന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്ന ഒരു നല്ല ഭാവി തന്നെയാണ് ഇൻഷാല്ലാ ബീദില്ല. അപ്പം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രീതിയിലേക്ക് നിങ്ങളുടെ പ്രയത്നത്തെ എത്തിച്ചു തരുമാറാകട്ടെ. ഫസ്നത്ത് ഏത് ക്ലാസ് റൂമിലാ? 1503 ആണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഫസ്നത്ത് ഉണ്ടോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ. പിന്നെ ഞാൻ ഫസ്നത്താണോ? എന്നുള്ള സംശയമാണ്. ഫസ്നത്ത് കോഴിക്കോടാണോ? നിങ്ങൾ ഹൽക്ക നമ്പർ 1503 ആയിരുന്നോ? ഒരു മിനിറ്റ്. ടീച്ചർ ആരായിരുന്നു? ഫർസാന. ഫർസാനത്ത് അതിലുണ്ടോ? ഇത് തന്നെയാണോ ആള്? 03. ഓക്കെ. മാഷാഅല്ലാ. അല്ലാഹുമ്മ ബാരിക്. ഫസ്നത്ത്, അൽഹംദുലില്ലാ. എന്താ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ എന്താ പറയണ്ടേ വെച്ചാ പറയാം. ക്ലാസ് റൂമിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. അൽഹംദുലില്ലാ. ഇപ്പൊ മൊത്തം ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. ഭയങ്കര സന്തോഷം. എന്തായാലും ഞാനൊരു 90 മേലോട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഒന്നും കരുതിയിട്ടില്ല. ഞാൻ നല്ല ടെൻഷൻ അടിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. സുമയ്യ ടീച്ചർ ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്ന് വെച്ചാല് ഈ ഒരു കോഴ്സ് ഇപ്പം നേരത്തെ ടീച്ചർ സംസാരിച്ച പോലെ വിടാതെ പിടിക്കുന്നവർക്ക് അത്രയും വിജയം ഉണ്ടാവും. കാരണം ഞാൻ ഫസ്റ്റ് 13th ബാച്ചിൽ ജോയിൻ ചെയ്ത ആളാണ്. അപ്പോൾ 13th ബാച്ചിൽ ചില ടീച്ചർ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം ഞങ്ങളെ 14th ആക്കി. പക്ഷെ 14th എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസും കാരണങ്ങളൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ ലീവ് വന്ന്. അപ്പം എനിക്കത് നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ലീവ് ആകുമ്പോൾ ക്ലാസ് മിസ്സാവുന്നതും ഒക്കെ എല്ലാം കൂടെ അതും പിന്നെ അസുഖത്തിൻ്റെ ടെൻഷനും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നീങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നി ഞാനൊരു ഫസ്റ്റ് എക്സാം ഇല്ലേ, മിഡ് ടേം എക്സാം, അത് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ക്ലാസ് ഒന്നും പൂർണ്ണമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ കുഴപ്പമില്ലാത്ത മാർക്ക് അതിൽ കിട്ടി. അപ്പോൾ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു. കാരണം ഞാൻ ഇതിൽ ചേരാൻ കാരണം അത്യാവശ്യം ചെറിയ രീതിയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ തജ്വീദ് അറിയാമെന്നല്ലാതെ ഒരു ഒരു എന്താ പറയുക മുഅല്ലിമിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടോ ഞാൻ തജ്വീദ് പഠിച്ചിട്ടില്ല. അപ്പം എനിക്കൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് എത്താൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇതിൽ ചേർന്നത്. അപ്പോൾ ആ 14th ബാച്ചിൽ നിന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ച് ഞാനിനി എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാനിങ്ങനെ ഇതിൻ്റെ അഡ്മിനോട് പറയട്ടെ, അപ്പോൾ നെക്സ്റ്റ് ബാച്ച് തുടങ്ങിയതാണെങ്കിൽ ഇന്നൊന്ന് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ സംസാരിച്ചു. ഫസ്റ്റ് ഞാൻ ആരോടാ പറഞ്ഞതെന്ന് ശരിക്കും കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു ടൈമിൽ ഞാൻ ഈ സുമയ്യ ടീച്ചറായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ ടീച്ചറുടെ പേരൊന്നും. അപ്പോൾ അവർ ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അപ്പോൾ പറഞ്ഞു 15th ബാച്ചിൽ ഓൾറെഡി പിന്നെ 6th ലെസണോ അങ്ങനെ എന്തോ എത്തി, അപ്പം ബുദ്ധിമുട്ടാവൂലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, അത് എനിക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ ആ ഒരു എക്സാം വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ക്ലാസ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ 15th ബാച്ചിലേക്ക് അൽഹംദുലില്ലാ ആഡ് ചെയ്ത് തന്നു. പിന്നെ എന്താ പറയുക, അതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഞാൻ
ഒരു ചോദ്യം ചോദിച്ചെന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നും ഒരു കോഴ്സിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ബാച്ചിലേക്ക് ചാടുക അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പക്ഷെ എന്നെ അതിലേക്ക് ആഡ് ചെയ്ത് തന്നു. അൽഹംദുലില്ലാ നല്ലൊരു ടീച്ചറിനെ കിട്ടി. ഫർസാന മിസ് നല്ലൊരു ടീച്ചറാണ്. എന്താ പറയാ, ഞങ്ങളെ കൂടെ നിന്നിട്ട് ഞങ്ങൾ എത്ര തവണ എത്ര സംശയം ചോദിച്ചാലും അത് ക്ലിയർ ചെയ്ത് തന്നിട്ടേ ടീച്ചർ ഒരു ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ. റിവിഷനൊക്കെ നല്ല ഒരുപാട് തന്ന് അതിലുള്ള സ്റ്റുഡൻസിനും അറിയാം, ഇതിലുണ്ടാവും, എല്ലാവരും മീറ്റിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു ഫർസാന മിസ്സിനോട്. പിന്നെ എന്താ പറയാ, ടീച്ചറെ ആ ഒരു പ്രയത്നത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അല്ലാ, ആമീൻ. പിന്നെ അപ്പോൾ അങ്ങനാണ് ഈ ഗ്രൂപ്പിൽ ചേർന്നപ്പോഴും എന്താ പറയാ, എന്നെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്നെ പിന്തുടർന്നു. അതിനിടയ്ക്ക് ടീച്ചറെ എനിക്ക് ഡയറക്റ്റ് കാണാൻ പറ്റി. ഞങ്ങളെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ് കണ്ടു. അപ്പൊ ടീച്ചർ എന്നോടൊരു വാക്ക് പറഞ്ഞു, എന്ത് തന്നെയാലും ഇത് ഇനി മുടക്കരുത്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അത്രയും പറ്റുന്നില്ലെങ്കിലും വീഡിയോ ഓഡിയോ ഒന്നും നീ ഓൺ ആക്കണ്ട, പക്ഷെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാൻ കിടന്നെടുത്തുനിന്ന് വരെ പിന്നെ എന്താ പറയാ ക്ലാസ് കേട്ടിട്ടുണ്ട്. കുറെ ക്ലാസ് മിസ്സായി, എന്നാലും കിടന്നിട്ട് വരെ ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ബ്ലീഡിങ്ങിന്റെ പ്രശ്നമാണ്. അത്രയും ഞാനും എന്താ പറയാ, എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആ ഒരു അവസരത്തിൽ പോലും ഞാൻ ക്ലാസ് കേട്ടു, ശ്രമിച്ചു. അൽഹംദുലില്ലാ അതിന്റെ ഒരു എന്താ പറയാ പ്രയത്നത്തിന്റെ ഒരു ഫലമായിട്ടാണ്. ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഇങ്ങനൊരു റിസൾട്ട് വരും എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയാണ് ഞാൻ എന്താ പറയാ ഈ ഒരു റിസൾട്ടിലേക്ക് ഞാൻ എത്തിയത്. അൽഹംദുലില്ലാ. ഇപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ളത്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എന്നാൽ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാണ്, എന്താ പറയാ, നമുക്ക് ഒരുപാട് ഇതുണ്ടാവും, പിന്നെ തടസ്സങ്ങൾ ഉണ്ടാവും നമ്മളെ മുന്നിൽ. എന്താ പറയാ, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, തരണം ചെയ്ത് അതിനെയൊക്കെ പിന്നെ എന്താ പറയാ അതിജീവിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന ഏറ്റവും പ്രധാനം. നമ്മൾ ഇതിലൊരു കോഴ്സിൽ ചേർന്ന് വെച്ചോ, അതിൽ പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് വെച്ചോ നമുക്കൊന്നും ആവുന്നില്ല. മെയിനായിട്ട് നമ്മൾ വേണ്ടത് പ്രാർത്ഥനയാണ്, അള്ളാഹിനോട് ദുആ ചെയ്യാം. പിന്നെ നമുക്ക് പല പ്രയാസങ്ങളുണ്ടാവും. ഇത് ക്ലാസ്സിന്റെ ടൈം ഒക്കെ ആ ഒരു ടൈമിലേക്ക് നമുക്ക് വിരുന്നാർ വരിക, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം, അസുഖം, നമുക്ക് തന്നെ പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാവും. എല്ലാ രീതിക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ടൈം മാനേജ്മെന്റ്, അതൊരു ടൈമിന്റെ കാര്യം മെയിൻ ആണ്. നമ്മൾ ഒരു ടൈം ടേബിളിലേക്ക്, ഒരു ഷെഡ്യൂളിലേക്ക് നമ്മൾ മാറുക. വീട്ടിലെ പണികൾ നമ്മൾ ഏത് ടൈമിലാണോ നമ്മൾ ടൈം പിന്നെ ക്ലാസ് സെലക്ട് ചെയ്തത്, ആ ടൈമിലേക്ക് നമ്മളെ പണികളൊക്കെ പിന്നെ ഒരുവിധം ഒരുക്കി തീർത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടല്ലോ, നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നിനെയും ഇത് ബാധിക്കില്ല, ഇത് അവരെയും ബാധിക്കില്ല. അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ എല്ലാവർക്കും ഇൻഷാ അല്ലാ വിജയം ഉണ്ടാവും. ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. അൽഹംദുലില്ലാ ഇതിന്റെ എന്താ പറയാ, ബാറക്കല്ലാഹു എല്ലാവർക്കും ഫീക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇൻഷാ അല്ലാ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ആമീൻ. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അവരൊക്കെ കേൾക്കുന്നുണ്ടാവും, അവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. അൽഹംദുലില്ലാ. ഹെന സെക്കൻഡ് ആണ്. ഹെന ഉണ്ടോ അതില്? ഞാനൊരു ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ഞാൻ തന്നെയാണോ വേറെ ആരെങ്കിലും ആണോ? 1503 തന്നെയാണ് കേട്ടോ ഫർസാനത്താന്റെ. ഓക്കെ ഓക്കെ. അൽഹംദുലില്ലാ. സന്തോഷായോ? സംസാരിക്കണോ? രണ്ടു വാക്ക് പറഞ്ഞോളി. ഞാൻ ചെറുതായിട്ട് ഞാനത് പറയാം. അതായത് ഫെബിൻ ഖാന്റെ ഈ തജ്വീദുൽ ഖുർആൻ എന്ന് പറഞ്ഞത് ബേസിക്കലി എന്റെ റൂട്ടാണ്. കാരണം എനിക്ക് 10-20 വയസ്സ് വരെ എനിക്ക് ഓതാനേ അറിയില്ലായിരുന്നു. മാം അപ്പോഴാണ് ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിലും അത് ഒരു തഫ്സീർ ഓഡിയോസും കിറാത്തും ഒക്കെ വിടുന്നത്. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്നത്. പിന്നെ അൽഹംദുലില്ലാ കൊറോണ ആയപ്പോ ഫെബിൻത പറഞ്ഞ പോലെ തന്നെ പുതിയ വാതില് തുറന്നു തന്നു. തജ്വീദിന്റെ തിലാവിന്റെ ഒക്കെ ആ ബാച്ചിൽ ഞാനും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ഓരോ നിയമങ്ങൾ കേൾക്കുന്നത്, അക്ഷരം ഉച്ചരിക്കാൻ എങ്ങനെയാ പറയുന്നതൊക്കെ ഞാൻ പഠിച്ചത് ആ ഒരു ക്ലാസ്സിൽ നിന്നാണ്. ഒരു ചെറിയൊരു ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ 21 വയസ്സെങ്ങാനുള്ളൂ, ഹിബ ടീച്ചർ.
ടീച്ചറുടെ അറിവ് അപാരമായിരുന്നു. അവിടുന്നായിരുന്നു എൻ്റെ ഒരു തുടക്കം. പിന്നെ കൊറോണ വന്ന് പല വാതിലുകളും തുറന്നു, പല വാതിലൂടെയും കയറിപ്പോയി. അൽഹംദുലില്ലാ കുറച്ചൊക്കെ പഠിക്കാനൊക്കെ പറ്റി. അങ്ങനെയാണ് വീണ്ടും ഈ ഇഖ്റ ബാച്ചിനെ പറ്റി അറിയുന്നതും ഇതിൽ ജോയിൻ ചെയ്യുന്നതും. അപ്പൊ എൻ്റെ ഒരു ആ റൂട്ട് തന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതിൽ അൽഹംദുലില്ലാ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഫെബിത്താനോട് ഞാൻ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നുണ്ട്. ആ പേരെനിക്ക് എപ്പോഴും ഒരു മെമ്മറിയാണ്. ഫെബിൻ നാലകത്ത് എന്നാണോ പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് ശരിക്കും അറിയില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനി ഒരുപാട് എന്താ പറയാ ഉയർച്ചകളിലേക്ക് ഈ അക്കാഡമി എത്തട്ടെ. പിന്നെ ഫർസാന മാം എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ഇപ്പോ ഫസ്നു ഉഖ്തി പറഞ്ഞതുപോലെ തന്നെ ആള് ടീച്ചർ മാത്രമല്ല ഒരു ഫാമിലിയാണ് ശരിക്ക്. ടീച്ചറിന് മുമ്പിൽ നമുക്ക് ഇരിക്കാൻ പറ്റും, പേടിയില്ല, പക്ഷെ പഠിക്കേണ്ട സാധനം പഠിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. അൽഹംദുലില്ലാ. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്ത പ്രാവശ്യം ഇതിൽ തന്നെ ഒരു ടീച്ചറായിട്ട് വേറെയുള്ള കുട്ടികൾ ഈ ഒരു ഹെന എന്ന് പറയുന്ന ഒരു ടീച്ചറിനെ കുറിച്ച് പറയാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഉമ്മു ഹബീബ തേർഡ് പ്ലേസിലാണ്. ഉമ്മു ഹബീബ ഉണ്ടോ? 1502 ആണ് കേട്ടോ. 1502. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ചിലപ്പോ എന്നെ അറിയണ്ടാവും. കുറെ ഞാൻ മെസ്സേജ് ചെയ്ത് ഓരോ ഗ്രൂപ്പിൽ കയറണോ വേണ്ടിയെന്നുള്ള ചോദിച്ചിട്ടാണ് ഞാൻ കയറാറുള്ളത്. ഞാൻ കുറെ ബാച്ചിലുണ്ട് എത്തിക്കേജ് ഇതൊക്കെ. നിങ്ങൾ ഡോക്ടർ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. പറയൂ, 2 വാക്ക് പറഞ്ഞോളൂ. അൽഹംദുലില്ലാ, ഈ പറഞ്ഞ പോലെ തന്നെ തജ്വീദ് സ്കൂളിൽ പഠിച്ചിട്ട് മറന്നു പോയിരുന്നു. അവിടെയും ഇവിടെ ആയിരുന്നു, ശരിക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ കോഴ്സിന് ജോയിൻ ചെയ്ത ശേഷം ഒരുപാട് തടസ്സങ്ങൾ പറ്റുന്ന പറഞ്ഞ മാതിരി 1 മാസം ഞാൻ നാട്ടിൽ പോയി. എനിക്ക് ഒട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സുമൈ ടീച്ചർക്ക് അറിയാണ്ടാവും അത്. എപ്പോഴും എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും അവിടെ പോയിട്ട് ആകെ മോശമായിന്ന്. പിന്നെ വീട്ടിൽ നാട്ടിൽ തിരിച്ചു വന്നപ്പോഴും കുറെ ഹെൽത്ത് ഇഷ്യൂസ് നമുക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് എനിക്ക് എക്സാമിന്റെ സമയത്ത് ശരിക്കും ഞാൻ അറ്റൻഡ് ചെയ്തു എന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അൽഹംദുലില്ലാ. പക്ഷെ പ്രാക്ടിക്കൽ നോളജ് അൽഹംദുലില്ലാ ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ ഖുർആൻ എടുക്കുമ്പോൾ ഇതാണ് നിയമം, ഇവിടെ എങ്ങനെയാന്നുള്ളത് അറിയാം. ചിലപ്പോൾ ഓതുമ്പോൾ തെറ്റുന്നുണ്ടാവുമായിരിക്കും, എന്നാലും അൽഹംദുലില്ലാ കുറെ ശരിയായിട്ടുണ്ട്. എത്രയായാലും നന്ദി പറഞ്ഞേ പറ്റുള്ളൂ പഠിച്ചവനോടും ഇതിലുള്ള ടീച്ചേഴ്സിനോടും. അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. അടുത്തത് പറയട്ടെ, അനൗൺസ് ചെയ്യട്ടെ? മാം ഒരു മിനിറ്റ്. ഇതിൽ തസ്നി അസ്കർ ആണ് കേട്ടാ. ഉണ്ടോന്ന് വേണമെങ്കിൽ ചോദിച്ചോളി. ഫസ്റ്റ് പൊസിഷനിലുള്ളത് അത് തസ്നി മിസ്റ്റേക്ക് അസ്കർ വന്നതാണ്. ഉണ്ടോ? മാം അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇവിടെ നിന്നിട്ട് വിഷമിച്ചാ എന്നിട്ട് നിന്റെ പേരില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്? ഞാനും പേര് പെട്ടെന്ന് കേട്ടപ്പോ ഒന്ന് ഞെട്ടി, പക്ഷെ പേര് വേറെ കണ്ടപ്പോ ഞാൻ വേറെ സ്റ്റുഡന്റ് ആവുമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ? മാം എനിക്ക് എന്തെല്ലാം മാറ്റം വന്നു അതൊക്കെ മാമിലൂടെയാണ് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. മാമിന് എല്ലാം സന്തോഷം നൽകട്ടെ. എന്റെ സുമയ്യ മാമിനും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഖുർആനൊന്നും ഓതാൻ അറിയില്ല ശരിക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. റബ്ബ് സ്വീകരിക്കട്ടെ. ഇത് മതി. നിങ്ങളെ ആ ഒരു കണ്ണുനീരുണ്ടല്ലോ, അത് മതിയാവും ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ്. ഓക്കെ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ. നിങ്ങളൊക്കെ നല്ല ടീച്ചേഴ്സ് ആയിട്ട് തന്നെ ഗ്രൂപ്പിലേക്ക് തന്നെ തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ക്ലാസ് റൂം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് തന്നെ ആവശ്യമുണ്ട് നമ്മളെ കുട്ടികളെ. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. നിങ്ങളോട് ഓരോ പ്രാവശ്യം ക്ലാസ്സിൽ ലീവ് ആകുന്നതിനൊക്കെ നമ്മൾ തടയുന്നതിന്റെ ഒക്കെ കാരണം നമുക്ക് തന്നെ നിങ്ങളെ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയാണ്. സമയം അതിക്രമിക്കുന്നു. അടുത്തത് അൽഖമർ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ടീച്ചിങ് പ്രാക്ടീസിന്റെ കോഴ്സാണ്. 3 മാസത്തെ കോഴ്സാണ്. അത് പ്യൂർലി നമ്മൾ ഇഖ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഖായിദ നൂറാനിയ പഠിച്ചവർക്ക് മാത്രമേ ആ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം കുട്ടികളെ പഠിപ്പിക്കാനുള്ള മെത്തേഡ് പഠിപ്പിക്കുന്ന കോഴ്സാണിത്.
അപ്പൊ അതിന് നിങ്ങൾക്ക് ആദ്യം ആ ഒരു ബേസിക് വേണം. ബേസ് പഠിപ്പിക്കാനുള്ള മെത്തേഡ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബിസ്മില്ലാ. ഫസ്റ്റ് പ്ലേസില് സന ജലീൽ. മാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന പറയുന്നതിന് മുമ്പ് ഞാൻ സനനെ ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. സന ജലീലില് നമ്മളെ നിസാ ബാച്ചിന്റെ HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവര് നമ്മള് ആദ്യം പറഞ്ഞല്ലോ, ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ കായിദ നൂറാനിയെ വെച്ചിട്ടായിരുന്നില്ല നമ്മൾ പഠന സംവിധാനം ഒരുക്കിയിരുന്നത്. അപ്പൊ അതിന്റെ കീഴിലായിക്കൊണ്ട് മുമ്പുണ്ടായിരുന്ന 4 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ സ്റ്റുഡന്റിലെ ഫസ്റ്റ് ബാച്ചിലർ സ്റ്റുഡന്റ് ആണ് സന ജലീൽ. ഓക്കെ, അവിടുന്ന് ഇങ്ങോട്ടുള്ള ജേണിയില് സന ജലീലാണ് പിന്നീട് ഗ്രൂപ്പിനെ നയിച്ചത്. നിസാ ബാച്ചിന് സന ജലീലിന്റെ കീഴിലായിരുന്നു നിസാ ബാച്ചിനെ വെച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു പിന്നെ കായിദ നൂറാനിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സന ജലീൽ സ്വയം ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചേഴ്സിന് മാത്രമായിക്കൊണ്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ടീച്ചേഴ്സിന് മാത്രമായിട്ട് കായിദ നൂറാനെ പഠിപ്പിക്കുകയും ചെയ്തു. കാരണം നമുക്ക് ടീച്ചേഴ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ടീച്ചേഴ്സിനെ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചേഴ്സിന് മാത്രമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തത്. അതില് കുറച്ച് ടീച്ചേഴ്സ് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. അതിലൊരാളായിരുന്നു സന ജലീൽ. അവരത് കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ഒരു അൽഖമറിന്റെ ഈ ടീച്ചേഴ്സ് ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഇത് അറിഞ്ഞപ്പോൾ അവര് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു അവരുടെ ഡെഡിക്കേഷന്റെ ഉത്തരവാണ് ഈ കാണുന്നത്. അതാണ് ഫസ്റ്റ് പ്ലേസിൽ സന ജലീൽ. ഓക്കെ, ഇനി സനക്ക് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇതിനകത്ത് താങ്ക്സ് പറയാനുള്ള ഫെബിൻ മാമിനോടാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനകത്ത്. ഞാൻ കായിദ നൂറാനിയെ പഠിക്കാനും അത് പ്രോപ്പറായിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിരുന്നതാണ്. പല സ്ഥലത്തും നോക്കി, നമുക്ക് ആ സമയത്തൊന്നും അഡ്മിഷൻ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ അപ്പൊ ആ സമയത്താണ് നമുക്ക് പ്രോപ്പർ ഒരു റൈറ്റ് ലോഞ്ച് എന്ന് പറയുന്ന പോലെ അൽഖമർ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ആവണത്. എനിക്ക് മാമിന്റെ മോട്ടിവേഷൻ തന്നെയാണ് എനിക്ക് ഇതിനകത്തേക്ക് കയറാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കയറുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കിത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് സാധിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്താ പറയാ, ഫാത്തിമ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ എന്താ പറയാ, നമ്മളൊരു മുത്താണെന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ ഒരു മുത്ത് തന്നെയാണ് നമ്മുടെ ഫാത്തിമ ടീച്ചർ. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു ടീച്ചറിനെ ഞങ്ങൾക്ക് തന്ന ഫെബിൻ മാമിന് തന്നെയാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കാരണം അത്ര ഭംഗിയായിട്ടാണ് അത് നമുക്ക് എടുത്തു തന്നതും നമ്മളെ കൊണ്ട് അത് എന്താ പറയാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, നമുക്കൊരു പ്രയാസം വരാത്ത രീതിയിൽ ആ ഒരു 3 മാസം എന്താ പറയാ എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ശരിക്കും പറയാം. അൽഹംദുലില്ലാ. എന്താ പറയാ, ഞാൻ ലാസ്റ്റ് ആകുമ്പോഴും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞാനിത് ചെയ്യാതെ തീർക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ടീച്ചറിന്റെ നല്ല സപ്പോർട്ട്, എന്താ പറയാ, ടീച്ചർ ഓരോ സ്റ്റുഡന്റിനെയും ടീച്ചർ അതുപോലെയാണ് ക്ലാസ്സിൽ ഡീൽ ചെയ്യണത്. അതിനകത്ത് വന്ന സ്റ്റുഡൻസ് അല്ല, അവരെല്ലാവരും ടീച്ചിങ് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് തന്നെയാണ്. നാളെ ടീച്ചേഴ്സായിട്ടും പുറത്തേക്ക് പോകേണ്ടവരാണ് എല്ലാവരും, അല്ലെ? പക്ഷെ അത് അൽഹംദുലില്ലാ. പക്ഷെ അതിനകത്ത് പഠിച്ച എല്ലാവരെ കുറിച്ചും എനിക്ക് പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ളവർ തന്നെയായിരുന്നു. അത് ടീച്ചർ അത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് തന്നെയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇത്രയും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ടീച്ചർ അത്രയും എടുത്ത നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ടീച്ചറിന്റെ എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയാണ് അത് എന്തായാലും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുന്നോട്ടും പഠിക്കാനുള്ള തൗഫീഖ് റബ്ബ് തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്താണ് കേട്ടോ. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ, അല്ലാഹു ബാരിക്. ജംഷീദ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എനിക്ക് എന്താ പറയുന്നത് അറിയാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാല്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ വേർഡ്സ് ഒന്നും വരുന്നേ ഇല്ല. എന്നാലും അൽഹംദുലില്ലാ, ഞാൻ ഈ ഒരു ജേണി തുടങ്ങിയത് എനിക്ക് കൊണ്ട് ഞാൻ 3ാമത്തെ ഒരു കോഴ്സാണ് അത് ചെയ്യുന്നത്. കായിദ, തിലാവ, പിന്നെ ഈ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. ഈ 3 കോഴ്സിലും ഞാൻ ഫാത്തിമ മിസ്സിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. എനിക്ക് ആ മിസ്സിനെ എന്താ പറയാ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. പിന്നെ സനത്ത പറഞ്ഞ പോലെ ഒരു മുത്ത് തന്നെയാണ് ആ മിസ്. എനിക്ക് അത്രയും എന്താ പറയാ നമ്മളൊരു ഫേവറേറ്റ് ടീച്ചർ എന്നൊക്കെ പറയില്ലേ,
അപ്പൊ അതുമാതിരി ആ മിസ്സിന്റെ കൂടെ തന്നെ ഞാൻ ജേണി തുടങ്ങിയതും ഈ ഒരു അവസരം ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഇതിലൊരു ടീച്ചർ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിസ്സിനോട്. അങ്ങനെയാണ് ഈ അൽക്കമറിൽ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ടീച്ചർ എനിക്ക് ഒരു മെസ്സേജ് അയക്കുന്നതും ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സെക്കൻഡ് പ്ലേസിൽ ഞാൻ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും അൽഹംദുലില്ലാ മിസ്സിനോടും ജസാക്കല്ലാഹ്. വയ്യാക്കും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അത്രേ ഉള്ളൂ മിസ്, എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ജംഷീദ ടീച്ചറായിട്ട് കയറിയല്ലോ അല്ലേ ഗ്രൂപ്പില്? ജംഷീദല്ലേ ടീച്ചറായിട്ട് കയറിയിട്ടുള്ളത്? അതെ അതെ, ജംഷീദ നമ്മുടെ കിഡ്സ് ഇക്രയിൽ കയറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്ക്. ഫർഷാന ഫാത്തിമ ബി സലീം ഇവർ രണ്ടുപേരുമാണ് തേർഡ് ഫർഷാന ഇതിലുണ്ട്, പൊസിഷനിലുള്ളത്. പക്ഷെ അവള് ക്ലാസ്സിലാന്ന് പറഞ്ഞിരുന്നു, മദ്രസ ഓഫ്ലൈനായിട്ട് നടക്കുന്നവള്, അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ഫാത്തിമ ബി സലീം ഫർഷാന പറയും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. പറയും, 2 വാക്ക് കേട്ടോ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ജസാക്കില്ലാ ഖൈർ. ഞാന് ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ടൈമിലാണ് എനിക്ക് പുറത്തിറങ്ങേണ്ടി വന്നത്. അപ്പം ഏതായാലും അൽഹംദുലില്ലാ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയതിന്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രെയിനിങ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ നല്ലൊരു യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു 3rd പ്രൈസ് കിട്ടുന്നൊന്നും മനസ്സിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. എന്തായാലും ഫാത്തിമ മാമിനും ഫെബിൻ മാമിനും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഫാത്തിമ ബി സലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കറിയില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫാത്തിമ മാമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. എനിക്ക് 3rd റാങ്ക് കിട്ടുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഫാത്തിമ ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു. അത് കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്ത് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ അൽഹംദുലില്ലാ ഒരുപാട് നന്ദി പറയുന്നു. ഫാത്തിമ ടീച്ചറിന്റെ അടുത്ത് ഞാൻ നന്ദി പറയുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി മാം ഇവര് വബറകാതുഹു. 3 പേരും നമ്മളുടെ ഇതിനകത്ത് ടീച്ചിങ്ങിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജംഷീദ, ഫർഷാന, ഫാത്തിമ ബി സലീം ഫ്രീ കോഴ്സിന് ടീച്ചറായിട്ട് കയറിയിരുന്നു കേട്ടോ. 1 മന്ത് ഫ്രീ കോഴ്സിന്. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത്, നിങ്ങൾ പ്രയത്നിക്കുക, ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള വഴികൾ തുറക്കും എന്നുള്ളതൊക്കെ. അൽഹംദുലില്ലാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. സുമയ ടീച്ചർ, ഫർസാന ടീച്ചർ, റുബീന ടീച്ചർ, പിന്നെ നമ്മുടെ ഫാത്തിമ MK ടീച്ചർ. ഇവരാണ് ഈ ഒരു 15ാമത്തെ ബാച്ചും അതുപോലെ തന്നെ അൽഖമർ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമും കൊണ്ടുനടന്നത്. ഫാത്തിമ MK ആണ് അൽഖമറിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ടീച്ചർക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാനൊരു ഇപ്പൊ ഒരു 6 വർഷത്തോളായിട്ട് ഞാൻ ഖായിദ നൂറാനിയ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എനിക്ക് എന്താണ് എൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്താന്ന് നമുക്ക് അറിയണ്ടേ. ഇപ്പൊ മാം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ട്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഡെയിലി ഒരേപോലെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഓരോ 3 മാസം കൂടുന്തോറും ഓരോ ബാച്ച് ഇങ്ങനെ വരും, ഞാൻ പഠിപ്പിക്കും പോവും. അങ്ങനെ ഒരിക്കലാണ് ഇങ്ങനെ മാമിനെ പരിചയപ്പെട്ടതും. വെറുതെ മാം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു എൻക്വയറി പോലെ നടത്തിയതാണ്, നമുക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ഒരു ടീച്ചറെ കിട്ടുമോ ഖായിദന്ന്. അപ്പൊ ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ അവൈലബിൾ ആയിട്ട് ആരും ഉണ്ടായില്ല. അപ്പൊ മാം ഇങ്ങോട്ട് ചോദിച്ചതാ ടീച്ചർക്ക് എടുത്തു കൊടുക്കാൻ പറ്റൂലേന്ന്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഒന്നും ചിന്തിക്കാതെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, എനിക്കതിന് നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ, എനിക്കതില്ല എന്നുള്ളത്. പക്ഷെ ഉണ്ടല്ലോ ഞാൻ പിന്നെയും മാം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെയും വന്ന് ചോദിച്ച്. അപ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ളതിൽ പറഞ്ഞത്. പക്ഷെ സുബ്ഹാനല്ലാഹ് ഞാൻ അന്ന് മുതൽ ഇതിലെന്താ പറയാ, ഇനിയും ഇങ്ങനെ ഒരു റിസർച്ച് എന്നും പറഞ്ഞ പോലെ എവിടൊക്കെ ക്ലാസ് കിട്ടുമോ അതൊക്കെ ഞാനിരുന്ന് കേൾക്കും, എവിടൊക്കെ ഇതിന്റെ വർക്ക്ഷോപ്പ് ഉണ്ടോ അതൊക്കെ അറ്റൻഡ് ചെയ്യും. ഓരോ ചാപ്റ്ററും ഞാൻ ഇതിൻ്റെത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓപ്പറേഷൻ നടത്തുക എന്ന് പറയില്ല, ഇങ്ങനെ കീറി മുറിച്ച്
അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കൂടുതലും ഞാൻ എന്താ പറയാ ഇങ്ങനെ പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ട് വീണ്ടും ഞാൻ അതിനെ എക്സ്പ്ലോർ ചെയ്തു. ഖായിദ നൂറാനിയിൽ ഇനിയും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതില് അതിനൊക്കെ എനിക്ക് എന്താ പറയാ എല്ലാം ഒരു അള്ള കൊണ്ടുവന്നിട്ട് തരുന്ന ഒരു നിമിത്തം ഉണ്ടല്ലോ, അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഇതിലത്തെ ഫാത്തിമത്തെ അവസാനം പറഞ്ഞ പോലെ അവര് മാം ഖായിദ നൂറാനിയ അങ്ങനെ 3 months പഠിക്കാത്ത ഒരാളാണ് കേട്ടോ. നമ്മളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുള്ളതില് അവര് അറ്റൻഡ് ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോഴാണ് അവര് റിവേഴ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ അവര് 3 months നമ്മൾ ഇത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതില് കുറച്ച് ആൾക്കാരുണ്ട്. ഇതില് അറ്റൻഡ് ചെയ്ത ആരും പിന്നിൽക്കല്ല കേട്ടോ, എല്ലാവർക്കും ബാറക്കല്ല നല്ല ഗ്രേഡിലേക്ക് വന്നിട്ടുണ്ട്. 1-2 മാർക്കിന്റെ ഡിഫറൻസ് ഒക്കെ എല്ലാവർക്കും ഉള്ളൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സക്സസ്ഫുള്ളി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതില്. അപ്പൊ ഈ പറഞ്ഞ പോലെ കഴിവുകൾ ഉണ്ട് എല്ലാവർക്കും. ആരും ഇതിനെ അങ്ങനെ ഒരു ഭയങ്കര ലാഘവത്തോടു കൂടെ എടുക്കരുത്. നേരത്തെ ഒരാള് ഫസ്റ്റ് പേരും ഞാൻ മറന്നുപോയി, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ് സംസാരിച്ച ഒരാളില്ലേ, അപ്പോ ഓരൊക്കെ ശരിക്കും നമുക്കൊരു ഉദാഹരണമാണ്. കാരണം ഒരു കുഞ്ഞു തലവേദന വരുമ്പോ ഇതൊക്കെ ഉള്ളതാണ് കേട്ടാ, ഉള്ള കാര്യങ്ങളാ പറയുന്നത്. തലവേദന വരുമ്പോ ടീച്ചർക്ക് മെസ്സേജ് അയക്കും, ടീച്ചർ ഇന്ന് തലവേദനയാണ് ഞാൻ ക്ലാസ് കയറുന്നില്ല. അതൊക്കെ വെറും ഷെയ്ത്താൻ ഇട്ട് തരുന്ന ഓരോ കാരണങ്ങൾ. തലവേദന ആയാലും എന്താ, ടീച്ചറോട് പറയാം, ടീച്ചർ എനിക്ക് സുഖമില്ല, ഞാൻ ക്യാമറ ഓൺ ആക്കൂല, അതുപോലെ റീഡ് ചെയ്യാനും കുറച്ച് പ്രയാസമുണ്ട്, പക്ഷെ ഞാൻ അവിടെ കിടന്നിട്ട് ക്ലാസ് കേട്ടോണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അനാവശ്യമായി ഒരു ലീവിലേക്ക് പോവരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, ഇതുപോലൊക്കെ നിങ്ങൾക്കും വന്ന് നിൽക്കണ്ടേ. നമ്മൾ വെറുതെ അങ്ങനെ 3 മാസം പഠിച്ചു പോവലല്ലോ. ഇത് നിങ്ങളൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ, ഇവര് ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുത്തിട്ട് ലീവ് ഒഴിവാക്കിയാൽ തന്നെ അൽഹംദുലില്ലാ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഭയങ്കര സന്തോഷം. ഫിബിൻ മാം ജസാക്കില്ലാ ഖൈറൻ കസീറ, ഇങ്ങനെ ഒരു അവസരം തന്നതിനും എന്നെ ഇവിടെ എത്തിച്ചതിനും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്റെ ടീച്ചറാണ് ഫാത്തിമ ടീച്ചർ. ഞാൻ ടീച്ചറെ എന്ന് വിളിക്കും. അപ്പൊ ഫെബിൻ നിന്നെ വിളിച്ചിരുന്നത്. അപ്പൊ പിന്നെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഫാത്തിമ ടീച്ചർക്ക് ആകെ പെട്ടെന്ന് ടീച്ചർ ആകെ വിട്ടുപോയി. കാരണം ഞാനാണ് പഠിക്കാൻ വേണ്ടി ചെന്നത് എന്നുള്ളത് ടീച്ചർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ടീച്ചർ പെട്ടെന്ന് ആകെ എനിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. മാം എന്റെ കൂടെ 2 ബാച്ചിന് ഇരുന്നിട്ടുണ്ട്. അതായത് ഖായിദ നൂറാനിയ പഠിക്കാൻ വന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് മാമിന് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ആകെ 1 മാസമാണ് മാം ക്ലാസ് ഒരു റെഗുലറായി അറ്റൻഡ് ചെയ്തത്. ബാക്കി 2 മാസം ഈ ഡോക്ടർ കാണലും അതും ഇതൊക്കെ ആയിട്ട് ലീവായിരുന്നു. അപ്പൊ അന്ന് എനിക്കറിയില്ല. അപ്പൊ അന്നിങ്ങനെ നമുക്കിങ്ങനെ പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചപ്പോ ഞാൻ കുറെ തവണ ഞാൻ പറഞ്ഞു, മാം ഇത് ക്വിറ്റ് ചെയ്തോ, ഇത് മാമിന് പറ്റൂല, കാരണം ഇത്രയും ലീവ് ആയില്ലേ, നമുക്ക് അടുത്ത ബാച്ച് നോക്കാം. അപ്പോ മാം വാശിയായിരുന്നു, പറ്റൂല, എനിക്ക് ഇതിൽ തന്നെ പഠിക്കണം എന്നുള്ളതില്. എന്നിട്ട് ഞാൻ പേഴ്സണലി ക്ലാസ് എടുക്കാനിരുന്നപ്പോ അന്ന് മാം ഇങ്ങനെ നമ്മൾ പേഴ്സണലി സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ബേസിക്കലി എന്റെ പ്രൊഫഷൻ അതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കരുത്. എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. എന്തിനാ മിണ്ടാതിരിക്കുന്നത്, നമ്മളെ ഐഡന്റിറ്റി നമ്മൾ പറയേണ്ടത്. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അതുപോലെ വേറൊരു രാജ്യത്ത് തന്നെ ജോലി ചെയ്യുന്ന ആളാണ് മാം, സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോ മാം ഇതൊന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അന്നും എനിക്ക് ഈ ഒരു TQ എഡ്യൂടെക് എന്നുള്ള ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയേയില്ല കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര എല്ലാവർക്കും ഒരു റോൾ മോഡലായി നിൽക്കേണ്ട ആളാണ് ഇത്രയും തിരക്കിന്റെ ഇടയിൽ. അന്നും എന്റെ മനസ്സിലുള്ള തിരക്ക് എന്താ, ഈ ഒരു ജോലിന്റെ തിരക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇത് പഠിക്കാൻ വന്നല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. എന്നിട്ട് 3 months കഴിഞ്ഞ് വീണ്ടും തിലാവയിൽ ജോയിൻ ചെയ്തപ്പോ അപ്പോഴും എനിക്കറിയില്ല ഇങ്ങനെയാണ് ഒന്നും അറിയില്ല. അപ്പോഴും എന്റെ ഒരു CA കാരിയാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് അപ്പോഴും എന്നോട് പറഞ്ഞു, ഞാൻ ചെറിയൊരു ഒരു ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക്, വളരെ ചെറുതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെ, വളരെ ചെറുത്. പിന്നെ ഞാൻ ഇതിൽ കയറിയപ്പോഴാണ് ഇത്രയും എന്താ പറയാ ഒരു കൊടക്കീഴിൽ ഇത്രയും ആൾക്കാരെ കൺട്രോൾ ചെയ്ത് നടക്കുന്ന ഒരാളാണ്, ഫുൾ ടൈം ബിസി ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ആ കോഴ്സിൽ മാം ഒരു ദിവസം പോലും മാം ലീവ് എടുത്തിട്ടില്ല. ഒരു ദിവസം പോലും. ആ തിലാവയിൽ 3 മാസം വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ആ ഹെൽക്കയിൽ നമുക്ക് 8ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം പോലും മാം ലീവ് എടുക്കാതെ അറ്റൻഡ് ചെയ്ത ആളാണ്.
അപ്പൊ അത് നമുക്ക് എന്താ പറയാ, നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും തിരക്കുകൾക്കിടയിൽ നിന്നിട്ടും ഒരു ക്ലാസ് പോലും ലീവാക്കിയില്ല എന്ന് പറഞ്ഞാല് അത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. അപ്പൊ എനിക്ക് അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണം എന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കൻ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമുക്ക് പറയാനുള്ളതും അതാണ്. ഞാനത് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഗ്രൂപ്പിനെ കൂടി ഉയർത്തണം എന്നുള്ള മനസ്സിലെ ആ ഒരു ചിന്തയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് കൂടി കൊണ്ടുവരാൻ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തതും. ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഈ ഖായിദ നൂറാനിയ ശരിക്കും നല്ലപോലെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തതും. ഞാനത് പഠിച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം നിങ്ങളെടുക്കും പറയാനുള്ളതാണ്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ നമുക്ക് നമ്മളെ കയ്യിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. പൈസ കൊണ്ട് മാത്രമൊന്നുമല്ല ദുനിയാവിൽ വിജയം ലഭിക്കുന്നത്. പണം കൊണ്ടാണ് ദുനിയാവിൽ വിജയം ലഭിക്കുന്നതെന്ന് പറയുന്നവർ വിഡ്ഢികളാണ്. നമുക്ക് പുഞ്ചിരി കൊണ്ടും ആളുകളെ സന്തോഷിപ്പിക്കാം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടും ആളുകളെ സന്തോഷിപ്പിക്കാം. ഞാനിപ്പോ അടുത്ത് ഒരാള് നമ്മുടെ ഗ്രൂപ്പിലൊരു പ്രായമായ ഒരു സ്ത്രീ, അവര് മരണപ്പെട്ടപ്പോ അവരെ കുറിച്ചിട്ട് വേറൊരാള് പറഞ്ഞ ഒരു മെസ്സേജ് ഇതായിരുന്നു. അവരെ കുറിച്ചിട്ട് പറഞ്ഞ മെസ്സേജ്, അവരെ വീട്ടിലേക്ക് ആര് വന്നാലും അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കാതെ അവർ ആ വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞയച്ചിട്ടില്ല. അവരെ കുറിച്ചിട്ട് അയാളുടെ മനസ്സിലുള്ള അറിവ് അതാണ്. കാരണം ഒരാള് വീട്ടിലേക്ക് വന്നാല് അവര് വെള്ളം കൊടുക്കാതെ, ചിരിച്ചുകൊണ്ട് അവര് വെള്ളം കൊടുക്കാതെ അല്ലെങ്കിൽ ചായ കൊടുക്കാതെ അവരാ വീട്ടിൽ നിന്ന് ഒരാളെയും ഇന്ന് വരെ പറഞ്ഞയച്ചിട്ടില്ല എന്നാണ് ആ ഒരു ആളെ പറ്റിയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആയിട്ട് പറഞ്ഞത്. നമ്മുടെ ഗ്രൂപ്പിൽ ഖുർആൻ പഠിച്ചിരുന്ന ഒരു ഉമ്മയായിരുന്നു. അപ്പം നമുക്ക് പണം കൊണ്ട് മാത്രമൊന്നുമല്ല ദുനിയാവിലെ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയാം. എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കാം. നമുക്ക് എന്തെല്ലാം ദുനിയാവിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മള് അതിന് ഡെഡിക്കേറ്റ് അല്ലാത്തത് കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. ദുനിയാവെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും നമുക്ക് എണ്ണപ്പെട്ടതാണ്. അതില് പരമാവധി പരിശ്രമിക്കുക. പരമാവധി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി നടന്ന് പരിശ്രമിക്കല്ല, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുക. ബുദ്ധിപരമായിട്ട് എന്ന് പറഞ്ഞാല് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിൽ അതിന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്തെല്ലാം നമുക്ക് ദുനിയാവിൽ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാ. അപ്പം ആ ഒരു സെഷൻ ആയിരുന്നു, ഇതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ വിളിച്ചിരുന്നത്. ആ ഒരു സെഷൻ നമുക്ക് അവസാനിക്കുകയാണ്. നമുക്ക് പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, പുതിയൊരു പ്ലാറ്റ്ഫോം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മാം ഫസ്റ്റ് പൊസിഷനിൽ വന്ന സെറീന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സുമയ്യത്ത് തന്നെ. സെറീന പറയും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, കുറച്ച് തിരക്കായിരുന്നു നാട്ടിൽ വന്നിട്ട്. ടൈം ഓർമ്മിച്ച് വെച്ചിരുന്നു, പിന്നെ പെട്ടെന്ന് വിട്ടുപോയി ആ ടൈം കയറാനായിട്ട്. അൽഹംദുലില്ലാ, സന്തോഷം. പിന്നെ സമയ ടീച്ചറായിരുന്നു മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഫസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അൽഹംദുലില്ലാ, നല്ല സന്തോഷമുണ്ട്. ഞാനും ഇതുപോലെ യാദൃശ്ചികമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ വന്ന് പെട്ടത്. എനിക്കിത് ഖായിദ നൂറാനിയ ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഫെബിൻ മാമിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ കയറി നോക്ക്, പഠിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ അത് പഠിച്ചതിനോട് നല്ലൊരു കോൺഫിഡന്റ് ഉണ്ട്. പിന്നെ അതിന് സഹായിച്ചത് സുമിയ ടീച്ചറും എല്ലാവർക്കും ഞാൻ ജസാക്കല്ലാഹു ഖൈർ പറയുന്നു. പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അൽഹംദുലില്ലാ. സെറീനത്ത നമ്മളുടെ അൽഖമറിലുള്ള ആളാണ് കേട്ടോ, നല്ല മാർക്കുള്ള ആൾ തന്നെയാണ്. ഞാന് അതന്നെ സൈഡായിട്ട് അതും ചെയ്ത്, പിന്നെ മോളെ പ്രസവമൊക്കെ വരുന്നോണ്ട് അപ്പൊ ഞാനത് സൈഡായിട്ട് ചെയ്തു. പിന്നെ നമ്മള് തിരക്കാവുമല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ, അതുകൊണ്ട് ഇപ്പൊ രണ്ടും ചെയ്യാൻ പറ്റി. സെറീനത്താണ് ചോദിച്ചത് ആദ്യം, ഏത് ചെയ്യണം, അൽഖമർ എടുക്കണോ അതോ ഇത് ചെയ്യണോ എന്ന് ചോദിച്ച ഒരാളാണ്. പക്ഷെ അൽഹംദുലില്ലാ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. അതെ അതെ അതെ. അൽഹംദുലില്ലാ. അതെ, സമയം നമുക്ക് ഒഴിവ് സമയവും ഉണ്ടാവും, നമ്മൾ തിരക്കാവുന്ന സമയം ഉണ്ടാവും. തിരക്കാവുന്ന സമയം തിരക്കിന് വേണ്ടിയിട്ട് തന്നെ വിനിയോഗിക്കാം, അതും എൻജോയ് ചെയ്യാം. പക്ഷെ ഒഴിവ് കിട്ടുന്ന സമയം അത് ഉറങ്ങി തീർക്കരുത്, അത്രേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഉറങ്ങി തീർക്കരുത് ഒഴിവ് സമയങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ. നമ്മളെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മളെ
ഇൻഷാല്ല നമ്മളെ പുതിയ കോഴ്സസ് വരുന്നത് സ്കൂൾ ട്യൂഷന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻഷാല്ല ബീദില്ല ഈ മദ്രസന്റെ കീഴിലായിക്കൊണ്ട് തന്നെ പുതിയൊരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഭാഗങ്ങൾ CBSE സിലബസിലെ കുട്ടികൾക്ക് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ ട്യൂഷന് ഇൻഷാല്ല ബീദില്ല നമ്മൾ ഇതിന്റെ കീഴിലായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സും ഡിജിറ്റൽ ഹബിന്റെ സർവീസും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ശേഷം നമ്മൾ അതിന്റെ സർവീസസ് കൊടുക്കുന്നത്, അതായത് നമ്മള് വെബ്സൈറ്റ് ക്രിയേഷന്, അതുപോലെ തന്നെ പിന്നെ പുതിയ ബിസിനസ്സുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വർക്ക്, അതിന്റെ സർവീസസ്, അതൊക്കെ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ആപ്പ് ഉണ്ടാക്കുന്നത്, അതൊക്കെ നമ്മൾ ഇതിന്റെ കീഴിലായിക്കൊണ്ട് ഇൻഷാല്ല ബീദില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അഫ്സൽ ഉലമന്റെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതും ഡിഗ്രി കോഴ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ജോയിൻ ആകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അതിലേക്ക് വരിക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് എന്റെ പ്രൊഫഷനാണ്. അപ്പം അതിന്റെ കീഴിലായിക്കൊണ്ട് BCom വിത്ത് ACCA, ACCA, CA, CMA ഈ 4 കോഴ്സുകളും ഇൻഷാല്ല ജനുവരിയോട് കൂട്ടിയിട്ട് ഗ്രൂപ്പിന്റെ കീഴിലായിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തിരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇത്രയും നേരം ഇത് ശ്രവിക്കുകയും ഇതിനു പിന്നിൽ നിൽക്കുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു മുബാരിക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സാലിഹായ അമലായി സ്വീകരിക്കുകയും നമ്മളിൽ നിന്ന് ഇതിനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ സ്വീകരിച്ച് നാളെ സ്വർഗത്തില് നമുക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ നമുക്ക് എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു മുബാരിക്. ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും നല്ലൊരു നിലയിലേക്ക് എത്തിയത്. നിങ്ങളെ പരിശ്രമം ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഈ ഒരു നിലയിലേക്ക് എത്തുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാതും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബാക്കിയുള്ളവർക്കും ഇനി വരാൻ പോകുന്ന ആളുകൾക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതുതായിട്ട് ഗ്രൂപ്പിലേക്ക് കയറി വന്ന 18th ബാച്ച് അവർക്ക് ജസാക്കുമുല്ലാഹു ഖൈർ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെൽക്കം മീറ്റ് കൂടിയായിരുന്നു ഇത്. അൽഹംദുലില്ലാ, അവർക്കുള്ള വെൽക്കം മീറ്റ് കൂടിയായിരുന്നു ഇത്. ഇക്ര ബാച്ചിന്റെ 18th ബാച്ചിലെ സ്റ്റുഡൻസിന് അവരോടുള്ള നസീഹത്ത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഈ 3 മാസമേ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു നല്ല ഭാവിയാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. പരിശ്രമം തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിത്തറ. ഓക്കെ, ആ പരിശ്രമം ഇല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കാനും കഴിയില്ല. നമ്മൾ ഇന്ന് സമയത്തിന് വാല്യൂ വെക്കുമ്പോഴേ നാളെ നമ്മളെ സമയത്തിന് മറ്റുള്ളവർ വാല്യൂ വെക്കുള്ളൂ. നമ്മളൊരു ടീച്ചറായിട്ട് ഒരു ക്ലാസ് റൂമിൽ പോയി ഇരിക്കുമ്പം നമ്മൾ ആളുകൾ വാല്യൂ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിന് വാല്യൂ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. ഓക്കെ, പലരും പറയും, ടീച്ചേഴ്സ് പറയും, പിന്നെ കുട്ടികൾ സമയത്തിന് വരുന്നില്ല, അതാക്കുന്നില്ല എന്നൊക്കെ. നമ്മളോട് ചോദിച്ചു നോക്കുക, നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ടീച്ചർക്ക് വാല്യൂ കൊടുത്തു. ആ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കത് തിരിച്ചു കിട്ടും. എപ്പോഴും നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ പ്രതിഫലമാണ് നമുക്ക് തിരിച്ചു മടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ ചെയ്ത പ്രവർത്തനത്തിനുള്ള പ്രതിഫലം തന്നെയായിരിക്കും ഭാവിയിൽ നമ്മളെ തേടി വരുന്നത്. അപ്പം 40 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളത് അതാണ്. സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇനി വേവലാതിപ്പെടരുത്. വരാൻ പോകുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയൊരു ജീവിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുക. പുതിയൊരു രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റിമറിക്കുക. നമ്മളെ ചിന്തകളെ പുതിയൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക. നമ്മളെ പഴയതിനെ വെച്ചിട്ട് നമ്മൾ പുതിയതിനെ ഇതാക്കരുത്. ആളുകളുടെ അടുത്ത് നമ്മളൊരു കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മളെ പഴയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇത് തന്നെയാണ് അധികം ആളുകളും അതിനെ കൊണ്ടുപോകാറുള്ളത്. അങ്ങനെയല്ല, ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങൾ വരാൻ പോകുന്ന സന്തോഷങ്ങളുണ്ട്. ആ സന്തോഷങ്ങളിലേക്ക് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ പരിശ്രമം തന്നെയാണ് നമ്മളെ നഫ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കുക. ടൈം എടുക്കും. ഇപ്പം ഫാത്തിമ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചറിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന കൊണ്ട് ആ സമയം അത് അവർക്ക് കാണിച്ചു കൊടുത്തു. അത് എന്നൊരു സബബാക്കി വെച്ചു എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുത്ത് തരിക തന്നെ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യുക?
വേഗത കൂട്ടുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുക. വേഗത കൂട്ടുമ്പം എന്ത് ചെയ്യണം? നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ക്രമീകരിക്കണം. ഉറക്കത്തിന്റെ സമയമുണ്ട്. നമ്മൾക്ക് രാത്രി ഒരു 9:30-10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ സമയമാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള സമയമാണ്. ആ സമയം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി തന്നെ പരിശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് രാവിലെ ഫജറിന് ശേഷം എന്താക്കാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് പ്രയത്നിക്കാൻ പറ്റുള്ളൂ. ആ ഫജറിന് ശേഷം അല്ലെങ്കിൽ എന്താവും? നിങ്ങൾക്ക് ഉറക്കം തൂങ്ങിയതുപോലെ ആയിരിക്കും. നിങ്ങളുടെ സമയം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ സമയത്തിനെ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. വിനിയോഗിച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാനുള്ള സമയമായ പകലുകളിൽ നിങ്ങൾക്ക് പുറത്തെടുക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുക തന്നെ ചെയ്യും. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു മുബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ പരിപൂർണമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതൂബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. യാ ഗനിയ അല്ലാഹ് ഗനിനി ബിഫദ്ലിക മിൻ സിവാക റബ്ബി അൻസിൽ മുൻസിൽ മുബാറകൻ ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ وتمن بالخير. اللهم لا سهل الا ما جعلته سهلا وانت تجعل الحسن اذا شئت سهلا. ربي انزل لي منزل مبارك انت خير المنزلين. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة انك سميع دعاء. يا غني الله غني بفضلك من سواك. ربي انزل لي منزل مبارك انت خير المنزلين. اللهم يسر ولا تؤسر وتمن بالخير. يا اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني. امين يا رب العالمين. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. امين برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാം യെസ് മാം അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാം, നമുക്ക് ഗൂഗിൾ ക്ലാസ് കിട്ടുന്നില്ല. അപ്പൊ ക്ലാസ്സിന്റെ കൂടെ നോട്ട്സ് കിട്ടാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല. ഒരു മിനിറ്റ്, ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ആ